നമ്മുടെ സേഫ്റ്റി, അതായത് സുരക്ഷ, ട്രസ്റ്റ്, അതേപോലെ നമ്മുടെ കൺട്രോൾ, ഈ 3 കാര്യങ്ങൾ പോകുമ്പോഴാണ് അത് ട്രോമയായിട്ട് മാറുന്നത്. ട്രോമ ഉണ്ടാവുമ്പോൾ നമുക്ക് പാനിക് അറ്റാക്സ് എക്സ്പീരിയൻസ് ചെയ്യുന്ന ആൾക്കാരുണ്ട്. വീണ്ടും വീണ്ടും നമുക്ക് ട്രോമ ഉണ്ടാക്കിയ എൻവയറമെന്റിൽ തന്നെ നമ്മൾ പോവുകയാണെങ്കിൽ ഹീലിംഗ് അത്രയും ചാലഞ്ചിങ് ആയിട്ട് വരും. കൈ ഒന്ന് നല്ലോണം ഫിസ്റ്റ് ആക്കുമ്പോൾ തന്നെ നമ്മൾ ഡീപ്പായിട്ട് ബ്രെത്ത് എടുത്തിട്ട് പെട്ടെന്ന് ബ്രെത്ത് റിലീസ് ആവുമ്പോൾ ഫിസ്റ്റ് വിടുക. എല്ലാവരുടെ സ്റ്റോറി ഡിഫറെന്റ് ആയിരിക്കും, ഓരോരുത്തരുടെ ഡിഫറെന്റ് ആയിരിക്കും, യുണീക്ക് ആയിരിക്കും, ആ പാത്ത് ഡിഫറെന്റ് ആയിരിക്കും. ഇന്നർ ചൈൽഡ് ഹീലിംഗ് ആക്ച്വലി വളരെയധികം ഹെൽപ്പ് ചെയ്യുന്ന ഒരു സംഭവമാണ്. നമ്മുടെ നറേറ്റീവ് കേൾക്കാനായിട്ട്, നമ്മുടെ സ്റ്റോറി കേൾക്കാനായിട്ട് ഒരാളുണ്ടെങ്കിൽ അതാണ് ഹീലിങ്ങിന് ഏറ്റവും കൂടുതൽ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു സംഭവം. ട്രോമ ബോഡി എക്സ്പീരിയൻസ് ആണ്, സൊമാറ്റിക് എക്സ്പീരിയൻസ് നമ്മൾ പറയുന്ന. അപ്പോൾ സൊമാറ്റിക് ആയിട്ടുള്ള തെറാപ്പീസ് വളരെയധികം ഹെൽപ്ഫുൾ ആണ്. ഇനി എനിക്ക് ജീവിച്ചിട്ട് കാര്യമില്ല, അതൊരു കോമ്പിനേഷനാണ്. ഹോപ്പ്ലെസ്നെസ്, ഹെൽപ്ലെസ്നെസ്, അങ്ങനത്തെ ഒരു ഫീലിംഗ് അവർക്ക് വരാനുള്ള ചാൻസ് ഉണ്ട്. അൺപാക്ക് ആൻഡ് കണക്റ്റിൽ ഇന്ന് നമ്മളോടൊപ്പം ഉള്ളത് സൈക്കോളജിസ്റ്റ് അനു സൂരജാണ്. നമസ്കാരം. നമസ്കാരം. ഇപ്പൊ നമുക്ക് ചുറ്റുമുള്ള എല്ലാ ആളുകളും മാനസികാരോഗ്യത്തെക്കുറിച്ചൊക്കെ കാര്യമായി സംസാരിച്ച് തുടങ്ങുന്നുണ്ട്. അപ്പം അതിന്റെ കൂട്ടത്തിൽ നമ്മൾ ഏറ്റവും കൂടുതൽ കേൾക്കുന്ന ഒരു വാക്കാണ് ട്രോമ. എനിക്ക് ചൈൽഡ്ഹുഡ് ട്രോമ ഉണ്ടായിരുന്നു, അല്ലെങ്കിൽ അതുകൊണ്ടാണ് ഞാൻ ഇങ്ങനെ പെരുമാറുന്നത് എന്നൊക്കെ പറഞ്ഞിട്ട് ചിലപ്പോൾ നമുക്ക് തെറ്റിദ്ധരിക്കപ്പെടാനും ഉള്ള ഒരു സോഷ്യൽ മീഡിയയിൽ ഈ വാക്ക് കൂടുതലായി വരുന്നത് കൊണ്ട് ആളുകൾക്ക് കൃത്യമായി മനസ്സിലാവണമെന്നുമില്ലല്ലോ ഈ വാക്ക് എന്താണെന്നുള്ളത്. അപ്പം എന്താണ് ഈ ട്രോമ എന്ന് പറയുന്നത്? അതുപോലെ തന്നെ നമ്മുടെ ലൈഫിൽ സംഭവിക്കുന്ന എല്ലാ ബാഡ് എക്സ്പീരിയൻസും നമുക്ക് ട്രോമയായി തന്നെ നമ്മുടെ ജീവിതത്തിൽ നിലനിൽക്കുമോ? ഓക്കെ, ഇതിൽ രണ്ടാമത്തെ ഭാഗത്തിലുള്ള ക്വസ്റ്റ്യൻ ഞാൻ ആദ്യം എടുക്കാം. അപ്പം നമുക്ക് ട്രോമ എന്നുള്ള ഇതിലോട്ട് വരാൻ എളുപ്പമുണ്ടാവും. ഇപ്പം നമ്മൾ ഒരാളുടെ ജീവിതത്തിൽ ഇപ്പം നമ്മൾ ബാഡ് എക്സ്പീരിയൻസ് എന്ന് പറയുന്നത് അത് ഒരു ദിവസം ഉണ്ടാവുന്ന ഒരു ചെറിയൊരു ഇവൻറ്റിനെ അവർ മോശമായ ഒരു എക്സ്പീരിയൻസ് എന്ന് അവർ പറഞ്ഞേക്കാം. അതായത് ഇപ്പോൾ എന്താ പറയുക, ഒരു കുട്ടി, ഒരു ടീച്ചർ കുട്ടിയെ ചീത്ത പറയുന്നു, മാർക്ക് കുറഞ്ഞിട്ട് ചീത്ത പറയുന്നു. അപ്പോൾ ആ ദിവസം ആ കുട്ടിക്കൊരു മോശമായിട്ടുള്ളൊരു എക്സ്പീരിയൻസ് എനിക്ക് ഉണ്ടായി എന്ന് ആ കുട്ടി പറയാം. അതേപോലെ തന്നെ ഒരു ഡിഫിക്കൽട്ട് ഡേ അറ്റ് വർക്ക്, നമുക്ക് ജോലി ചെയ്യുന്ന സ്ഥാപനത്തിൽ ഒരു ദിവസം ഉണ്ടാവുന്ന എന്തെങ്കിലും ഒരു എക്സ്പീരിയൻസിനെ നമ്മൾ ബാഡ് എക്സ്പീരിയൻസ് എന്ന് പറയാം. അതിൽ കുറച്ച് നെഗറ്റീവ് ആയിട്ടുള്ള വികാരങ്ങൾ ഉള്ളതുകൊണ്ട് ആയതുകൊണ്ടും അത് കുറച്ച് ഡിസ്ട്രസിങ് ആയതുകൊണ്ടാണ് അവരങ്ങനെ പറയുന്നത്. പക്ഷെ നമ്മൾ കുറച്ചും കൂടി ദൈനംദിന ജീവിതത്തിൽ നിരന്തരമായി സംഭവിച്ചുകൊണ്ടിരിക്കുന്ന ബുദ്ധിമുട്ടുകൾ അല്ലെങ്കിൽ ചാലഞ്ചസിനെ, അല്ലെങ്കിൽ അതിലൂടെ ഉണ്ടാവുന്ന ബുദ്ധിമുട്ടായിട്ടുള്ള ഇമോഷൻസ് വരുമ്പോഴാണ് നമ്മൾ കൂടുതലും അതിനെ ട്രോമ എന്ന് നമ്മൾ വിശേഷിപ്പിക്കുന്നത്. അതായത് ഇപ്പോൾ ഫോർ എക്സാമ്പിൾ ലൈംഗികമായി പീഡിപ്പിക്കുന്ന ഒരു കുട്ടി, അപ്പോൾ തുടർച്ചയായി കുറേ വർഷങ്ങൾക്ക് ആ കുട്ടി അതിജീവിച്ചു പോകുന്നുണ്ടെങ്കിൽ അതിനെ ആ കുട്ടി ട്രോമ എന്നതിനെ വിശേഷിപ്പിക്കാം. അപ്പോൾ അതിന് 3 കാര്യങ്ങളാണ് ട്രോമയുടെ കാര്യത്തിൽ. നമ്മുടെ സേഫ്റ്റി, അതായത് സുരക്ഷ, ട്രസ്റ്റ്, അതേപോലെ നമ്മുടെ കൺട്രോൾ, ഈ 3 കാര്യങ്ങൾ പോകുമ്പോഴാണ് അത് ട്രോമയായിട്ട് മാറുന്നത്. അപ്പോൾ ട്രോമ എന്ന് പറയുന്നത് കുറച്ചും കൂടി കൂടുതൽ ഇൻറ്റൻസ് ആയിട്ടുള്ള ഒരു എക്സ്പീരിയൻസ് തന്നെയാണ്. അത് മിക്ക ആൾക്കാർക്കും അത് ലൈഫ് ലോങ് ആയിട്ട് അതിൻ്റെ ഇഫക്ട്സ് ലാസ്റ്റ് ചെയ്യാറുണ്ട്. ഇപ്പം പറഞ്ഞല്ലോ, ഒരു കുട്ടി ഒരു ലൈംഗിക ചൂഷണത്തിന് ഇരയായാൽ, നിരവധി തവണ ചൂഷണത്തിന് ഇരയായാലാണോ അത് ട്രോമ പോലെ വരിക? അതോ ഒരിക്കൽ ഒരാൾ നമ്മളെ ചൂഷണം ചെയ്തു, അത് ആ കുട്ടിയുടെ മൈൻഡിൽ ഇങ്ങനെ കിടന്ന് പിന്നീട് വലുതാകുമ്പോൾ അത് ആ കുട്ടിയുടെ ബാക്കി ജീവിതത്തെ ബാധിക്കാനുള്ള ഒരു സാധ്യതയുണ്ടോ? സാധ്യതയുണ്ട്. അത് ആൾക്കാരെ പുറത്തിരിക്കും. ഇപ്പം സിംഗിൾ ഇവന്റ് ആയാൽ പോലും അത് ട്രോമാറ്റിക് ആയിട്ട് നമുക്ക് അതിനെ വിശേഷിപ്പിക്കാം. അതുപോലെ ടൈപ്സ് ഓഫ് ട്രോമ എന്ന് പറഞ്ഞിട്ട് നമുക്ക് കാറ്റഗറി ചെയ്യാൻ പറ്റുമോ? കാറ്റഗറൈസ് ചെയ്യാൻ പറ്റും. നമുക്കിപ്പം അക്യൂട്ട് ആയിട്ടുള്ള ട്രോമ എന്ന് നമ്മൾ പറയാറുണ്ട്, ക്രോണിക് ആയിട്ടുള്ള ട്രോമ എന്ന് നമ്മൾ പറയാറുണ്ട്. അപ്പോൾ അക്യൂട്ട് ആയിട്ടുള്ള ട്രോമ എന്ന് പറഞ്ഞാൽ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ഒരു സിംഗിൾ ഷോർട്ട് ലിവ്ഡ്, അതായത് ചെറിയൊരു കാലഘട്ടത്തിലേക്ക് ഉണ്ടാവുന്ന ഒരു ഡിസ്ട്രസിങ് ആയിട്ടുള്ളൊരു അനുഭവത്തെ ഒരാൾ എന്താ പറയുക, അതിൽ നിന്ന് വരുന്ന സിംറ്റംസിനെ ഒരു അക്യൂട്ട് ട്രോമ എന്ന് നമുക്ക് പറയാം. പക്ഷെ കുറച്ചും കൂടി ദൈർഘ്യകാലം അത് പോകുന്നുണ്ടെങ്കിൽ, ലോങ് ലാസ്റ്റിംഗ് ആയിട്ട്, പ്രൊലോങ്ഡ് ആയിട്ട് അത് പോകുമ്പോൾ നമ്മൾ അതിനെ ക്രോണിക് ട്രോമ എന്ന് പറയും. പിന്നെ അതിൽ ഉപരിയായിട്ട് ഇപ്പം നമുക്ക് പോസ്റ്റ് ട്രോമാറ്റിക് സ്ട്രെസ് ഡിസോർഡർ എന്ന് പറഞ്ഞ ഒരു PTSD എന്ന് പറഞ്ഞൊരു ഇവൻറ്റ് അല്ലെങ്കിൽ ഒരു സംഭവം നമുക്കത് കഴിഞ്ഞിട്ട് ഡെവലപ്പ് ആവാം. അതിൻ്റെ എന്ന് പറഞ്ഞാൽ ഇത്രയും കൂടി സിവിയറിറ്റി ആൻഡ് ഡ്യൂറേഷൻ
ആൻഡ് ഇൻറ്റൻസിറ്റി കൂടിയിട്ടുള്ള കാര്യങ്ങളാണ് നമുക്ക് അതിൽ വരുന്നത്. അപ്പം നമുക്കിങ്ങനെ 2-3 ഇതായിട്ട് നമുക്ക് അതിനെ കാറ്റഗറൈസ് ചെയ്യാം. പിന്നെ നമ്മൾ അക്യൂട്ട് എപ്പിസോഡിക് ട്രോമ എന്നും പറയാറുണ്ട്. അതായത് ഒരു എപ്പിസോഡ് കൊണ്ട് വരുന്ന ഒരു അക്യൂട്ടായിട്ടുള്ള ട്രോമ. അത് നമ്മുടെ എന്താ പറയുക, ദൈനംദിന ജീവിതത്തിലെ ആക്ടിവിറ്റീസിനെ കംപ്ലീറ്റ് ആയിട്ട് ഇല്ലാണ്ടാക്കുന്നില്ല. പക്ഷെ എന്നാലും അതിൽ ഒട്ടുമിക്ക ഫങ്ഷനിങ് ബുദ്ധിമുട്ടിലാവും നമ്മുടെ. അപ്പോൾ അങ്ങനെയാണ് നമ്മൾ അതിനെ കാറ്റഗറൈസ് ചെയ്യുന്നത്. ഈ ട്രോമയും പാനിക് അറ്റാക്കും തമ്മിൽ അപ്പോൾ ബന്ധം ഉണ്ടാവും? ട്രോമ ഉണ്ടാവുമ്പോൾ നമുക്ക് പാനിക് അറ്റാക്സ് എക്സ്പീരിയൻസ് ചെയ്യുന്ന ആൾക്കാരുണ്ട്. പാനിക് അറ്റാക്ക് എപ്പോഴും ഭയങ്കര ഷോർട്ട് ലിവ്ഡ് ആയിരിക്കും, കുറച്ച് സമയത്തിന് മാത്രം ഉള്ളതായിരിക്കും. പക്ഷെ അത് വരുമ്പം അത് ഭയങ്കര ഇൻറ്റൻസ് ആയിട്ട് ആൾക്കാർക്ക് തോന്നും. അല്ലെങ്കിൽ ചിലപ്പോൾ ഞാനിപ്പം തന്നെ മരിച്ചു പോവും, അല്ലെങ്കിൽ ഒരു ഡൂം എന്നാണ് അവർ അതിനെ വിശേഷിപ്പിക്കുന്നത്. അങ്ങനെ ഒരു സെൻസേഷനാണ് മിക്ക ആൾക്കാരും പറയുന്നത്. അതിൻ്റെ കൂടെ തന്നെ കുറേ ഫിസിക്കൽ സെൻസേഷൻസ് അവർ എക്സ്പീരിയൻസ് ചെയ്യാം. ഷോർട്ട്നെസ് ഓഫ് ബ്രെത്ത്, അല്ലെങ്കിൽ നമ്മുടെ നെഞ്ച് ഭയങ്കരമായിട്ട് ടൈറ്റ് ആവുക, അല്ലെങ്കിൽ ഫാസ്റ്റായിട്ട് അടിക്കുക, അങ്ങനത്തെയുള്ള പല പല സിംറ്റംസും അതിൽ നമുക്ക് കാണാൻ കഴിയും. ഇതൊന്നും ഇല്ലാതെ തന്നെ നമുക്ക് പാനിക് അറ്റാക്ക് സംഭവിക്കുമോ? ഒന്നുമില്ല, ഒരു ദിവസം നമുക്ക് അങ്ങ് വേഗം പാനിക് അറ്റാക്ക് വരുന്നത് പോലെയൊക്കെ സംഭവിക്കാനുള്ള സാധ്യതയുണ്ടോ? ചുമ്മാ അങ്ങനെ സംഭവിക്കാനുള്ള സാധ്യത വളരെ വളരെ അപൂർവമാണ്. എന്തെങ്കിലും പാസ്റ്റിലുണ്ടായിരുന്ന സംഭവങ്ങളുടെ റെസ്പോൺസ് വന്നു കഴിയുമ്പോൾ യെസ്, അങ്ങനെ വന്നാൽ നമുക്ക് വരാം. അതുപോലെ തന്നെ ഇതിനോട് തന്നെ നമ്മൾ ട്രോമനെ കുറിച്ചാണ് സംസാരിക്കുന്നതെങ്കിലും പാനിക് അറ്റാക്ക് വരുമ്പോൾ നമ്മൾ കൂടെയുള്ളവർ എന്താണ് അവർക്ക് ഹെൽപ്പായി ചെയ്തു കൊടുക്കേണ്ടത്? ഞാൻ നേരത്തെ പറഞ്ഞ പോലെ പാനിക് അറ്റാക്ക് എന്ന് പറയുമ്പോൾ നമുക്ക് അനുഭവിക്കുന്ന ആൾക്ക് കുറച്ച് ചെറിയ സമയത്തേക്കേ ഉണ്ടാവുന്നുള്ളൂ. പക്ഷെ അത് ഉണ്ടാവുന്നത് തന്നെ നമ്മളിപ്പോൾ തീർന്നു പോകും എന്നുള്ളൊരു രീതിക്കുള്ള സിംറ്റംസ് എക്സ്പീരിയൻസ് ചെയ്യുന്ന കുറേ പേഷ്യൻസ് ഉണ്ട്. അപ്പോൾ തൊട്ടടുത്ത് ഉള്ളവർക്ക് ആക്ച്വലി ചെയ്യാവുന്നതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇവരെ മോട്ടിവേറ്റ് ചെയ്ത് ഡീപ്പ് ബ്രീത്തിങ്ങിലേക്ക് കൊണ്ടുവരിക എന്നുള്ളതാണ്. അപ്പോൾ ഡീപ്പ് ബ്രീത്തിങ് സ്ട്രാറ്റജീസ് പെട്ടെന്ന് പാനിക് അറ്റാക്കിന് താഴ്ത്താനായിട്ട് സഹായിക്കും. ഇപ്പോൾ റീസെൻ്റ്ലി ഇപ്പോൾ ഞാനൊരു ഡാൻസ് പ്രോഗ്രാമിൽ ഇരുന്നപ്പോൾ മുന്നേ എൻ്റെ അടുത്ത് വന്നിട്ടുള്ള ഒരു പേഷ്യൻ്റ് ആയിട്ടുള്ള ഒരു കുട്ടി, 19 വയസ്സാണ്, കുട്ടി ബാംഗ്ലൂരിലാണ്. അപ്പോൾ എന്നെ വിളിച്ചിട്ട് പെട്ടെന്നാണ് കുട്ടിക്ക് പാനിക് അറ്റാക്ക് വന്നത്. അപ്പം ഞാൻ ഫോണിൽ കൂടെ കേൾക്കുന്ന ശബ്ദം എന്ന് പറയുന്നത് മാത്രം മാം മാം മാം, ഇത് മാത്രം ഞാൻ കേൾക്കുന്നത്. അപ്പം ഞാൻ ആക്ച്വലി കുറച്ച് നേരത്തേക്ക് ആളോടൊന്ന് റൂമിൽ നിന്നൊന്ന് പുറത്തിറങ്ങാൻ പറ്റുമോ എന്ന് ചോദിച്ചായിരുന്നു, ക്ലോസ്ട്രോഫോബിക് ആവുന്നുണ്ടോ. അപ്പം ഇല്ല മാം, എനിക്ക് നീങ്ങാനേ പറ്റില്ല എന്നാണ് പറഞ്ഞത്. അപ്പം ഞാൻ പെട്ടെന്ന് തന്നെ ആളുടെ തോട്ട്സ് ഒന്ന് ഡിസ്ട്രാക്ട് ചെയ്യിപ്പിച്ചായിരുന്നു. അപ്പം ഞാൻ പറഞ്ഞു, കുറച്ച് എൻ്റെ സൗണ്ടിലോട്ട് ആൾ വന്നു, എൻ്റെ സൗണ്ടിലോട്ടാണ് ആൾ തോട്ടൊന്ന് ഡിസ്ട്രാക്ട് ചെയ്ത് കൊണ്ടുവന്നത്. ഞാൻ പറയുന്നതാണ് കേട്ടുകൊണ്ടിരുന്നത്. ഞാൻ ഡീപ്പ് ബ്രീത്തിങ് എടുക്കാനാണ് ആളോട് കൂടുതലും പറഞ്ഞുകൊണ്ടിരുന്നത്. അറ്റ് ദ സെയിം ടൈം നമുക്ക് മസിൽസ് ടൈറ്റ് ആക്കിയിട്ട് റിലാക്സ് ചെയ്യിപ്പിക്കാൻ പറയാം. ഫോർ എക്സാമ്പിൾ, നമ്മൾ കൈ ഒന്ന് നല്ലോണം ഫിസ്റ്റ് ആക്കുമ്പോൾ തന്നെ നമ്മൾ ഡീപ്പായിട്ട് ബ്രെത്ത് എടുത്തിട്ട് പെട്ടെന്ന് ബ്രെത്ത് റിലീസ് ആവുമ്പോൾ ഫിസ്റ്റ് വിടുക, അങ്ങനത്തെ ഉള്ള സംഭവം കയ്യും കാലം കൊണ്ട് ചെയ്യിപ്പിച്ചായിരുന്നു. അപ്പോൾ ഒരിടയ്ക്ക് അതിന് മുന്നേ ആയിട്ട് ആൾ പറഞ്ഞായിരുന്നു, എനിക്ക് കാല് കോച്ചി പോകുന്ന പോലെ ഉണ്ടോ. അപ്പോൾ ആ ഒരു സെക്കൻഡ് എനിക്കൊരു സംശയം വന്നു, ന്യൂറോ ഇഷ്യൂ ഉണ്ടോ, ഞാൻ ആളെ കാണുന്നില്ല. അപ്പോൾ ഇങ്ങനത്തെ ഉള്ള നമ്മൾ ക്രൈസിസ് ഇൻ്റർവെൻഷൻ എന്ന് വേണത് പറയാൻ. ഇത് നമുക്ക് ഇത്തിരി ബുദ്ധിമുട്ടുള്ള കേസ് തന്നെയാണ്. നമുക്ക് ക്ലിനിക്കൽ ഫീൽഡിൽ എക്സ്പീരിയൻസ് ഉള്ളവർക്ക് ഇത് എളുപ്പം ഹെൽപ്പ് ചെയ്ത് കൊടുക്കാൻ പറ്റും. പക്ഷേ എല്ലാവർക്കും ഇതുപോലെ തന്നെ ഈസി ആവണമെന്നില്ല. അപ്പോൾ ഡെഫിനറ്റ്ലി ഒരു കൺസൾട്ടേഷന് ഒരിക്കലും ഇത് എന്താ പറയുക, ഒരു സബ്സ്റ്റിറ്റ്യൂട്ട് ആവില്ല. പക്ഷെ അപ്പം തന്നെ ആള് ശരിയായിരുന്നു. വിത്തിൻ സം ടൈം ഷീ വാസ് ഏബിൾ ടു മൂവ് ഔട്ട് ഓഫ് ദ റൂം. അപ്പോൾ അവിടം വരെ നമ്മൾ കൊണ്ടെത്തിച്ചു. അത് ഈവൻ പ്രൊഫഷണൽ ആയിരുന്നെങ്കിൽ പോലും എൻ്റെ ഉള്ളിൽ ഒരു ക്വസ്റ്റ്യൻ ഉണ്ടായിരുന്നു, ദാറ്റ് ഇത് ന്യൂറോ ഇഷ്യൂ വല്ലതും ഇതിനകത്ത് ഉണ്ടാവുമോ. പക്ഷെ എനിക്ക് പേഷ്യൻ്റ് ഹിസ്റ്ററി എനിക്ക് അറിയാവുന്നതുകൊണ്ടും ഞാൻ എപ്പോഴും കാണുന്ന ആളായതുകൊണ്ടും അത് ഞാൻ റൂൾ ഔട്ട് ചെയ്തു. ബട്ട് അറ്റ് ദ സെയിം ടൈം ഐ ഹാഡ് ടോൾഡ് ഹെർ. പക്ഷെ അത് ഇല്ല എന്നുള്ളത് നമുക്ക് പിന്നീട് മനസ്സിലായി. അപ്പോൾ അത് അനുഭവിക്കുന്ന ആൾക്കാർക്ക് അത് ഭയങ്കര ഒരു ബുദ്ധിമുട്ട് തന്നെയാണ്. നമ്മൾ തിരിച്ച് ട്രോമയിലേക്ക് വരികയാണെങ്കിൽ ഈ ബാല്യകാലത്തിലുണ്ടാകുന്ന ട്രോമാസ്, ചൈൽഡ്ഹുഡ് ട്രോമാസ് എന്ന് പറയുന്നത്, നമ്മളിപ്പോൾ എന്തെങ്കിലും ഒരു പ്രശ്നത്തിലായിരിക്കുമ്പോൾ എല്ലാവരും പറയുന്നത് നമ്മൾ നമ്മുടെ ഒരു ഇന്നർ ചൈൽഡിനോട് നമുക്ക് ക്ഷമിക്കാൻ പറ്റണം, അല്ലെങ്കിൽ നമുക്ക് അതിനെ ഹീൽ ചെയ്താൽ മാത്രമേ നമുക്ക് മുന്നോട്ടുള്ള ജീവിതം എളുപ്പമാകുള്ളൂ എന്ന് പറയാറുണ്ടല്ലോ. അപ്പം ഇപ്പം ഞാൻ എന്നെ ഉദാഹരണം പറയുകയാണെങ്കിൽ, എനിക്കിപ്പോൾ എന്തെങ്കിലുമൊക്കെ തടസ്സങ്ങളുണ്ട്, മാനസികമായിട്ട് ഞാൻ ബുദ്ധിമുട്ട് നേരിടുന്നുണ്ടെങ്കിൽ എൻ്റെ ഇന്നർ ചൈൽഡിനെയും കൂടെ ഞാൻ ഹാൻഡിൽ ചെയ്യേണ്ടതുണ്ടോ? എൻ്റെ ആ ചൈൽഡ്ഹുഡ് ട്രോമാസിനെ ഞാൻ എങ്ങനെയാണ് ഇപ്പം കൈകാര്യം ചെയ്യേണ്ടത്?
ഓക്കെ. നമ്മൾ ഇപ്പോൾ എല്ലാ കേസസ് ഓഫ് ട്രോമ സിമിലർ അല്ലല്ലോ. എല്ലാവരുടെ സ്റ്റോറി ഡിഫറെൻ്റ് ആയിരിക്കും, ഓരോരുത്തരുടെ ഡിഫറെൻ്റ് ആയിരിക്കും, യുണീക്ക് ആയിരിക്കും, ആ പാത്ത് ഡിഫറെൻ്റ് ആയിരിക്കും. അപ്പോൾ ഓരോരോ ഇൻഡിവിജ്വലിനനുസരിച്ചായിരിക്കും നമ്മൾ അതിൻ്റെ എന്താ പറയുക തെറാപ്പി അല്ലെങ്കിൽ കാര്യങ്ങൾ ചെയ്യുക. ഇന്നർ ചൈൽഡ് ഹീലിംഗ് ആക്ച്വലി വളരെയധികം ഹെൽപ്പ് ചെയ്യുന്ന ഒരു സംഭവമാണ്. അപ്പോൾ ഇന്നർ ചൈൽഡിൽ നമ്മൾ കൂടുതൽ ഇപ്പോൾ നമ്മുടെ ഉള്ളിൽ നമ്മളിപ്പോൾ അഡൾട്ടാണ്, പക്ഷെ ഇപ്പോൾ ക്രിസ്റ്റീന അഡൾട്ടാണ്, പക്ഷെ ക്രിസ്റ്റീനയുടെ ഉള്ളിൽ ഒരു കുഞ്ഞ് ക്രിസ്റ്റീന ഉണ്ട് വിച്ച് ഈസ് ക്രേവിങ് ഫോർ ലവ്. ഇപ്പം കുഞ്ഞുനാളിൽ എപ്പോഴെങ്കിലും എന്നെ ആർക്കും വേണ്ട, അല്ലെങ്കിൽ എന്നെ സ്നേഹിക്കാൻ ആരും ഇല്ല, അല്ലെങ്കിൽ ഞാൻ അത്ര പോരാ എന്നൊക്കെ കേട്ട് വളർന്ന് ഉള്ളിൻ്റെ ഉള്ളിൽ ഒരു ഇന്നർ വോയിസ് ആയിട്ടുണ്ടെങ്കിൽ അത് നമ്മൾ ഹീലായിട്ടില്ലെങ്കിൽ അത് ടീനേജിലോട്ടും അല്ലെങ്കിൽ അഡൾട്ട്ഹുഡിലോട്ടും എല്ലാം അത് കയറിപ്പോവും. പിന്നീട് നമ്മുടെ ഓരോ കാര്യങ്ങളിലും ചലനങ്ങളിലും ഫങ്ഷനിങ്ങിനെയും അത് അഫക്റ്റ് ചെയ്യാം. അപ്പം അത് ഹീൽഡ് ആക്കുന്നതാണ് അതിന് നല്ലത്. അപ്പം നമുക്കങ്ങനെ കുറേ ഇന്നർ ചൈൽഡ് ഹീലിംഗ് അല്ലെങ്കിൽ റീപാരൻറ്റിങ് ഇങ്ങനെ കുറേ സ്ട്രാറ്റജീസ് ഹീലിങ്ങിനകത്ത് വരുന്നുണ്ട്. അപ്പം എനിക്ക് ഹീലിംഗ് ഇൻട്രസ്റ്റ് ഉള്ളൊരു വിഭാഗമാണ്. അതുകൊണ്ട് തന്നെ എനിക്ക് ഒരുപാട് ഹീലേഴ്സ് ഫ്രണ്ട്സ് ആയിട്ടുണ്ട്. അപ്പോൾ ഞാൻ ആ ഹീലിംഗ് മൊഡാലിറ്റീസിലെല്ലാം ഉള്ള നല്ല കാര്യങ്ങൾ എടുത്ത് എന്താ പറയുക പഠിച്ച് എടുക്കാറുണ്ട്. ആക്ച്വലി ഞങ്ങൾ അങ്ങോട്ടും ഇങ്ങോട്ടും ഷെയർ ചെയ്ത് അങ്ങനെയാണല്ലോ നമ്മുടെ ഉദ്ദേശം ഇസ് ടു പ്രൊവൈഡ് സപ്പോർട്ട് ടു ദ ക്ലയൻറ്റ്. അപ്പോൾ നമ്മൾ എക്ലെക്റ്റിക് മോഡ് ഓഫ് ഹീലിംഗ് തെറാപ്പി ഉപയോഗിക്കുന്നതുകൊണ്ട് തെറ്റില്ല. അപ്പോൾ അങ്ങനെ നമ്മൾ ഇന്നർ ചൈൽഡ് ഹീലിംഗ് വളരെയധികം ഹെൽപ്ഫുൾ ആവാറുണ്ട്. ഇപ്പോൾ ഒരു തെറാപ്പിസ്റ്റിൻ്റെയോ അല്ലെങ്കിൽ എക്സ്പെർട്ടിൻ്റെയോ സഹായം ഇല്ലാതെ തന്നെ നമുക്ക് ഇത്തരം ഒരു ഹീലിംഗ് ചെയ്യാൻ വേണ്ടി പറ്റും. എനിക്കിപ്പോൾ സ്വന്തമായിട്ട് അങ്ങനെ ഒരു ഹീലിംഗ് പ്രോസസ്സ് ചെയ്യണമെങ്കിൽ ഞാൻ എന്തൊക്കെ കാര്യങ്ങളാണ് ചെയ്യേണ്ടത്? നമുക്ക് എപ്പോഴും ഒരു പ്രൊഫഷണലി ക്വാളിഫൈഡ് ആൻഡ് ക്ലിനിക്കലി ട്രെയിൻഡ് ആയിട്ടുള്ള ഒരു പ്രൊഫഷണലെ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാനായിട്ട് ഒന്നും തന്നെ ഇല്ല. അപ്പം കറക്റ്റ് ആയിട്ടുള്ള സയൻറ്റിഫിക് രീതിക്ക് അല്ലെങ്കിൽ അതിൻ്റെ ഒരു പ്രോസസ്സ് ഉണ്ടല്ലോ, ആ സിസ്റ്റമാറ്റിക് ആയിട്ടുള്ള പ്രോസസ്സിലൂടെ പോയി കഴിഞ്ഞാൽ അതിൻ്റേതായ രീതിക്ക് നമുക്ക് ഹീലിംഗ് എടുത്ത് പുറത്തേക്ക് വരാം. നമ്മൾ സെൽഫായിട്ട് ഹീലിംഗ് എടുക്കുന്നതുകൊണ്ട് തെറ്റില്ല. പക്ഷേ ഇപ്പോൾ തുടക്കത്തിൽ ഒരു തെറാപ്പിസ്റ്റ് ഉണ്ടാവാം, ഒന്ന് ഹാൻഡ് ഹോൾഡ് ചെയ്തിട്ടുണ്ടാവാം, പിന്നെ നമ്മൾ സെൽഫായിട്ട് എവിടെയെങ്കിലുമൊക്കെ വായിച്ചിട്ട് എന്തെങ്കിലും കണ്ടിട്ടൊക്കെ നമ്മൾ ചെയ്യുന്നുണ്ടാവാം. അത് കുഴപ്പമൊന്നും ഉണ്ടാവില്ല. പക്ഷെ നമ്മളെപ്പോഴും നമുക്ക് എന്തെങ്കിലും ഡൗട്ട്സോ കാര്യങ്ങളോ വന്നാൽ നമുക്ക് ഒരാളുടെ അടുത്ത് പോയി ചോദിക്കാനോ അല്ലെങ്കിൽ അങ്ങനെ ഒരു ബുദ്ധിമുട്ട് അന്നേരം വരാം. അപ്പോൾ ഏറ്റവും നല്ലത് നമ്മളൊരു പ്രൊഫഷണൽ വേക്ക് തന്നെ പോവുക എന്നുള്ളതാണ് ഏറ്റവും നല്ലത്. ഈ ട്രോമ ചികിത്സിക്കാതിരുന്നിട്ടുണ്ടെങ്കിൽ എന്തെങ്കിലും മാനസികാരോഗ്യ പ്രശ്നങ്ങളിലേക്കൊക്കെ പോകാനുള്ള സാധ്യതയുണ്ടോ? സാധ്യതയുണ്ട്. നമുക്ക് നോർമലി നമ്മൾ പറയുന്നത് എത്രയും പെട്ടെന്നൊരു ഇൻ്റർവെൻഷൻ കിട്ടാൻ സാധ്യതയുണ്ടെങ്കിൽ അത്രയും നല്ലത്. ചിലപ്പോൾ ഒരാൾ നമ്മളെ കേട്ടാൽ മതി. നമ്മൾ നറേഷൻ എന്ന് പറയുന്ന മാതിരി നമ്മുടെ നറേറ്റീവ് കേൾക്കാനായിട്ട്, നമ്മുടെ സ്റ്റോറി കേൾക്കാനായിട്ട് ഒരാളുണ്ടെങ്കിൽ അതാണ് ഹീലിങ്ങിന് ഏറ്റവും കൂടുതൽ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു സംഭവം. അതായത് എനിക്കൊരു സേഫ് സ്പേസ് ഉണ്ട്, ഇന്ന ആളോട് എനിക്കിത് പറയാം, അവരെന്നെ ജഡ്ജ് ചെയ്യില്ല. അത് കിട്ടിയിട്ടുണ്ടെങ്കിൽ അതാണ് മെയിൻ ചികിത്സ സത്യം പറഞ്ഞാൽ. പിന്നെ നമുക്ക് ഇതിൽ വരുന്നത് ഞാൻ നേരത്തെ പറഞ്ഞത് ഇൻറ്റൻസ് ആയിട്ടുള്ള ട്രോമ ഉള്ളപ്പം നമുക്ക് ഭയങ്കരമായിട്ട് ഇൻട്രൂസീവ് ആയിട്ടുള്ള തോട്ട്സ് വരാനുള്ള സാധ്യതയുണ്ട്. അല്ലെങ്കിൽ ഇപ്പോൾ നമുക്ക് ഇമേജസ്, ഇപ്പോൾ ഒരു ആളുടെ ഇമേജ് ആവാം, അല്ലെങ്കിൽ ഒരു സിറ്റുവേഷൻ്റെ ഇമേജ് ആവാം, അത് എന്ത് വേണമെങ്കിലും ആവാം. ഒരു സ്മെല്ല് വേണമെങ്കിലും നമുക്കൊരു ട്രിഗറോ റെസ്പോൺസോ ഉണ്ടാക്കാം. അപ്പോൾ ആ സമയങ്ങളിൽ നമുക്ക് എന്താ പറയുക എന്ത് ചെയ്യണം എന്ന് അറിയാൻ പറ്റാത്തൊരവസ്ഥ വരും. അപ്പോൾ ഇപ്പോൾ ഇമേജ് ഒക്കെയാണ് നമ്മുടെ ഒത്തിരി നമുക്ക് നൈറ്റ് മെയർ ഒക്കെ വരുന്നുണ്ട്, ഭയങ്കര ബുദ്ധിമുട്ടിക്കുന്ന ഡിസ്ട്രസ് ഉണ്ടാക്കുന്ന തരത്തിലുള്ള ഡ്രീംസ് ഒക്കെ വരുന്നുണ്ടെങ്കിൽ നമുക്ക് അതിനെല്ലാത്തിനും തെറാപ്യൂട്ടിക് പ്രോസസ്സസ് ഉണ്ട്. അപ്പോൾ അങ്ങനെയുള്ള തെറാപ്പീസ് എടുത്തു പോകുന്നത് ഡെഫിനറ്റ്ലി അതെന്തായാലും ഹെൽപ്പ് ചെയ്യും. നമ്മൾ ഇപ്പോഴാണല്ലോ മാനസികാരോഗ്യത്തെക്കുറിച്ചൊക്കെ ഇത്രയും കാര്യമായി സംസാരിച്ചു തുടങ്ങി. നമ്മൾ തുടക്കത്തിൽ പറഞ്ഞ പോലെ തന്നെ ഇപ്പം എനിക്ക് തോന്നുന്നു ആഫ്റ്റർ കോവിഡിന് ശേഷമായിരിക്കും കുറച്ചും കൂടെ ആളുകൾ ഒരു തെറാപ്പിയൊക്കെ എടുക്കുന്നതിനെ കുറിച്ചൊക്കെ കാര്യമായി ചിന്തിച്ചു തുടങ്ങിയത്. നമ്മുടെ കൂട്ടത്തിലുള്ള കുട്ടികളൊക്കെ ആണെങ്കിലും ഇപ്പൊ ഒരു തെറാപ്പിസ്റ്റിന് ഒരു ഒരു ആങ്സൈറ്റി പോലെ ഫീൽ ചെയ്യുന്നുണ്ട് എന്നൊക്കെ കണ്ടു കഴിഞ്ഞിട്ടുണ്ട്. ഒരു തെറാപ്പിസ്റ്റിന്റെ സഹായം എടുക്കാൻ അവർ വില്ലിങ് ആവുന്നുണ്ട്, സംസാരിക്കാൻ. നമ്മുടെ പാരന്റ്സ് അത്തരത്തിൽ ഇതിനെക്കുറിച്ച് അവയർനെസ് അല്ല. ഇപ്പൊ നമ്മുടെ കൂട്ടുകാർ തന്നെ പറയുന്ന ഒരു കാര്യമുണ്ട്, ഇത്തരം ഒരു കാര്യം ഫേസ് ചെയ്യുന്നുണ്ട് എന്ന് വീട്ടിൽ പറയാൻ പറ്റാത്ത ആളുകള് ഫ്രണ്ട്സ് നമുക്ക് ചുറ്റുമുണ്ട്. ഇത് വീട്ടുകാരെ പറഞ്ഞ് ബോധ്യപ്പെടുത്തുക, അല്ലെങ്കിൽ ചുറ്റുമുള്ള ബന്ധുക്കളെയോ അല്ലെങ്കിൽ ആരാണോ സപ്പോർട്ടിങ് സിസ്റ്റം അവരെ പറഞ്ഞ് മനസ്സിലാക്കുക. കാരണം അവരിപ്പം പറയുന്ന ഒരു കാര്യം നിനക്ക് മാത്രം എന്താ ഇത്, അല്ലെങ്കിൽ നിനക്കൊന്ന് വേറെ ചിന്തിക്കാനില്ലാത്തത് കൊണ്ടാണ്, വേറെ പ്രശ്നങ്ങൾ ഇല്ലാത്തത് കൊണ്ടാണ് എന്നൊക്കെ. അപ്പൊ എല്ലാവരുടെ ലൈഫിലും ട്രോമാസ് ഉണ്ടാവുമല്ലോ. അപ്പം ഇത് ആളുകൾക്കനുസരിച്ച് ഇത് വ്യത്യാസപ്പെട്ടിരിക്കുന്നതാണോ? ഇപ്പൊ എനിക്ക് ട്രോമയുണ്ട്, ഇപ്പൊ ചിലപ്പോൾ മാമിന് ട്രോമാസ് ഉണ്ടാവാം. അപ്പൊ നമ്മളിതെങ്ങനെ കൈകാര്യം ചെയ്യുന്നു, നമ്മളിതെങ്ങനെ പുറത്തേക്ക് വരുന്നു, ഇത് വ്യക്തിക്കനുസരിച്ചുള്ള കാര്യങ്ങളാണോ? അതെ, അത് പേഴ്സണൽ ആണ് ആക്ച്വലി. ഓരോ വ്യക്തികളുടെ ഞാൻ നേരത്തെ പറഞ്ഞ മാതിരി
പാത്സ് ഡിഫറെൻ്റ് ആണല്ലോ, അവരുടെ അനുഭവങ്ങളും ഡിഫറെൻ്റ് ആണ്. അപ്പം അവരുടെ ഒരു ഹിസ്റ്ററി അല്ലെങ്കിൽ അവരുടെ ഒരു നേച്ചർ ഓഫ് ട്രോമ അനുസരിച്ചിട്ടായിരിക്കും പിന്നെ നമ്മൾ ബാക്കിയുള്ള കാര്യങ്ങൾ ഡീൽ ചെയ്യുക. പിന്നെ ഒട്ടുമിക്ക കാര്യങ്ങളും കോമൺ ആയിട്ട് ഞങ്ങൾ കണ്ടുവരുന്ന ഒരു കാര്യം ട്രോമ ബോഡി എക്സ്പീരിയൻസ് ആണ്, സൊമാറ്റിക് എക്സ്പീരിയൻസ് നമ്മൾ പറയുന്ന. അപ്പോൾ സൊമാറ്റിക് ആയിട്ടുള്ള തെറാപ്പീസ് വളരെയധികം ഹെൽപ്ഫുൾ ആണ്. അപ്പോൾ നമുക്കിപ്പം എന്താ പറയുക, മൂവ്മെൻറ്റ്, ബോഡി മൂവ് ചെയ്യുന്നതും മൂവ്മെൻറ്റ് റിലേറ്റഡ് ആയിട്ടുള്ള കാര്യങ്ങൾ, എക്സ്പ്രസീവ് ആർട്സ്, അങ്ങനത്തുള്ള കാര്യങ്ങൾ ഒത്തിരി ഹെൽപ്പ് ചെയ്യും. പിന്നെ പണ്ടത്തെ കാലത്തെ പാരൻസ് എന്ന് പറഞ്ഞാൽ ആ സമയത്ത് ഒട്ടും അവയർനെസ്സോ എഡ്യൂക്കേറ്റീവ് മെറ്റീരിയൽസോ ഒന്നും തന്നെ ഇല്ല. പിന്നെ നമ്മൾ സമൂഹം ജനറലി കണ്ടിരുന്നത് ഒരാളുടെ സഹായം നമ്മൾ തേടുവാണെങ്കിൽ അതൊരു വീക്ക്നെസ് അല്ലെങ്കിൽ നമ്മൾ വീക്കാണ് എന്നുള്ളൊരു സംഭവമാണ്. അപ്പം അത് ചോദിക്കാൻ എല്ലാവർക്കും മടിയാണ്. പിന്നെ ജനറലി നമ്മളൊരു ലേബൽസ് ഉണ്ടല്ലോ, എല്ലാവർക്കും ഒരു പേടിയാണ്. ഇപ്പൊ പണ്ടത്തെ കാലത്ത് ഒരു സൈക്കോളജിസ്റ്റ് അല്ലെങ്കിൽ സൈക്യാട്രിസ്റ്റിനെ കാണാൻ പോയാൽ തന്നെ ആൾക്കാർ ഓക്കെ ആ കുട്ടിക്ക് എന്തോ ഭ്രാന്തുണ്ട്, എന്തോ അത് സൈക്കോ ആണ്, ഇങ്ങനത്തെയൊക്കെ ലേബൽസ് അല്ലെങ്കിൽ വേർഡിങ്സ് ഭയങ്കര നമുക്ക് അത് തന്നെ ഒരു പ്രശ്നം ഉണ്ടാക്കും നമുക്ക്. അപ്പൊ ഈ സൊസൈറ്റിയിൽ ഇങ്ങനത്തെ കുറച്ച് കൺസ്ട്രക്ട്സ് ഒക്കെ ഉള്ള കൊണ്ട് അത് വളരെ ബുദ്ധിമുട്ടാണ്. അപ്പൊ ആ ജനറേഷന് നമുക്ക് ആക്ച്വലി ഒന്നും പറയാനില്ല, കാരണം അവരത്ര ഇൻഫോംഡ് അല്ല. പിന്നെ നമുക്ക് ചില ആൾക്കാർ റിസപ്റ്റീവ് ആണ്, പക്ഷെ അവര് നമുക്കിപ്പം ഒരു എന്താ പറയാ ഇപ്പൊ ചെയ്യാവുന്നതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് നടുക്ക് നിൽക്കുന്ന പാരന്റിങ് ജനറേഷന് ആ ഒരു ഇന്റർ ജനറേഷനിലായിട്ട് വരുന്ന ട്രോമയെ ബ്രേക്ക് ചെയ്യാനുള്ള സംഭവങ്ങൾ ചെയ്യുക എന്നുള്ളതാണ്. അതുപോലെ പോസ്റ്റ് ട്രോമാറ്റിക് സ്ട്രെസ് ഡിസോർഡർ ഉണ്ടല്ലോ മാം, നേരത്തെ അതിനെക്കുറിച്ച് പറഞ്ഞല്ലോ. ഇതിന്റെ ലക്ഷണങ്ങൾ എന്തൊക്കെയാണ്? ഇത് കുറച്ചും കൂടി ഇൻറ്റൻസ് ആയിട്ടായിരിക്കും വരുന്നത്. അത് ട്രോമ എന്ന് പറയുന്നത് ഒരു ഇവൻ്റ് ആണ്. PTSD എന്ന് പറഞ്ഞ് അതിൻ്റെ ആഫ്റ്റർ എഫക്റ്റ് ആയിട്ട് വരുന്ന സാധനങ്ങളാണ് നമ്മൾ പോസ്റ്റ് ട്രോമാറ്റിക് സ്ട്രെസ് ഡിസോർഡർ എന്ന് പറയുന്നത്. അതൊരു ഡിസോർഡർ ആയിട്ട് തന്നെയാണ് നമ്മുടെ മാനുവലിൽ ലിസ്റ്റ് ചെയ്തിരിക്കുന്നത്. അപ്പോൾ ഇതിൽ PTSDയുടെ സിംറ്റംസ് ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ഭയങ്കര ഇൻട്രൂസീവ് ആയിട്ടുള്ള തോട്ട്സ് ആണ്. അതായത് ചിന്തകൾ, അതിൽ നിന്ന് നമുക്കൊരു മോചനം കിട്ടാത്ത വിധത്തിൽ ആ ചിന്ത നമുക്ക് നിർത്താൻ പറ്റും, ആരോടും പറയാനും പറ്റില്ല, പറഞ്ഞാലും എല്ലാവരും വിശ്വസിക്കണമെന്നില്ല. അപ്പോൾ അതുകൊണ്ട് അത് ഇൻട്രൂസീവ് ആവുന്നു. പിന്നെ രണ്ടാമത്തത് ഈ പറഞ്ഞ പോലെ നൈറ്റ് മെയർ ഉണ്ടാവാം, ഡ്രീംസ്. അപ്പോൾ അതൊരു ഭയങ്കര ഭയാനകമായി പേടിപ്പിക്കുന്ന ഡ്രീംസ്, ആ നൈറ്റ് മെയറിൻ്റെ ലൂപ്പിൽ തന്നെ പോകുന്ന ഒത്തിരി പേഷ്യൻസ് ഉണ്ട്. പിന്നെ നമുക്ക് ഫ്ലാഷ് ഇമേജസ് അല്ലെങ്കിൽ ഫ്ലാഷ് ബാക്സ് ആയിട്ട് വരുന്ന കുറേ കാര്യങ്ങൾ, ഇപ്പോൾ വെറുതെ ഇരിക്കുമ്പോൾ തന്നെ ഒരു ഇമേജ് ആയിട്ട് അത് വന്നു പോവാം. അപ്പോൾ നമുക്കതിന് ഉള്ള ചികിത്സാ രീതികളെല്ലാം ഉണ്ട്. അതിൻ്റെ മെമ്മറിയിൽ അതിൻ്റെ ഇഫക്റ്റ് കുറയ്ക്കാനും നമ്മളെ ജീവിതത്തിലേക്ക് കൊണ്ടുവരാനുള്ള അതിൻ്റെതായ തെറാപ്യൂട്ടിക് പ്രോസസ്സ് ഉണ്ട്. ഹീലിംഗ് സമയമെടുക്കും, പക്ഷെ നമ്മൾ ആ ഒരു നല്ലൊരു തെറാപ്പിസ്റ്റിനെ കിട്ടി നമുക്ക് അവരായിട്ടൊരു റാപ്പോ ഉണ്ടെന്നുണ്ടെങ്കിൽ പിന്നെ ഹീലിംഗ് എളുപ്പമാണ്. അതുപോലെ ഇപ്പൊ മാം പറഞ്ഞല്ലോ നമുക്ക് ചിന്തകൾ അധികമാവുക എന്ന് പറയുന്നത്, നമ്മുടെ കൂട്ടത്തിൽ എല്ലാവരും തന്നെ പറഞ്ഞു കേൾക്കുന്ന ഒരു കാര്യമാണ് ഓവർ തിങ്കിങ്. ഇപ്പൊ ഓവർ തിങ്കിങ് ഉണ്ട്, അല്ലെങ്കിൽ എല്ലാവർക്കും തന്നെ ഓവർ തിങ്കിങ് ഉണ്ടെന്ന് പറയും. ഇപ്പൊ നമ്മളൊരു സ്ഥലത്തിരിക്കുമ്പോ ഇങ്ങനെ ഔട്ടായി പോവാറുണ്ടല്ലോ, എന്തൊക്കെയോ ചിന്തിക്കുന്ന, എന്താണ് ചിന്തിക്കുന്നതെന്ന് ചോദിച്ചാൽ മൊമെന്റിൽ നമുക്ക് ചിലപ്പം പറയാൻ വേണ്ടി പറ്റില്ല. ഇതും ഓവർ തിങ്കിങ്ങും ട്രോമാസും തമ്മിലപ്പം എന്തെങ്കിലും കണക്ഷൻ ഉണ്ടോ? ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ഈ ഇൻട്രൂസീവ് തോട്ട് PTSD പോലത്തെ ഉള്ള സംഭവങ്ങളിൽ നമുക്കതൊരു സിംറ്റമാണ്, അത് ഉണ്ടാവും. അതല്ലാണ്ട് സാധാരണ എല്ലാവർക്കും കുറച്ചൊരു എന്താ പറയുക കൂടുതലായിട്ട് നമ്മൾ ചിന്തിച്ചു കൂട്ടുന്നു എന്നൊക്കെ ആൾക്കാർ സാധാരണഗതിയിൽ പറയുന്നൊരു കാര്യമുണ്ടല്ലോ, അത് ഒട്ടുമിക്ക ആൾക്കാർക്കും ഉണ്ടാവും. പക്ഷെ മിക്ക ആൾക്കാർക്ക് അതിൽ നിന്ന് പുറത്തേക്ക് വരാനുള്ളൊരു റെസീലിയൻസ് പവറൊക്കെ ഉണ്ടാവും. പിന്നെ അതാ പറഞ്ഞ ഓരോ വ്യക്തികളനുസരിച്ചിരിക്കും. ചില ആൾക്കാർക്ക് എന്താ പറയുക റെസീലിയൻസ് പവർ അത്ര ഉണ്ടാവില്ല, അത്രയും ഒരു സ്ട്രെങ്ത് അതിന് തരണം ചെയ്ത് വരാൻ. അപ്പോഴാണ് നമ്മളൊരു ഹെൽപ്പ് സീക്ക് ചെയ്യുന്നത്. പിന്നെ നെഗറ്റീവ് ആയിട്ടുള്ള തോട്ട്സ് ഉള്ളവരും ഉണ്ട്. അപ്പം അതിനും നമുക്ക് ഈ കോഗ്നിറ്റീവ് ബിഹേവിയർ തെറപ്പി എന്ന് നമ്മൾ പറയും. തോട്ട്സിനെ നമുക്ക് റീഫ്രെയിം ചെയ്ത് എടുക്കാനുള്ള ഒരു രീതിയാണ്, സയൻറ്റിഫിക് ആയിട്ടുള്ളൊരു രീതിയാണ്. അങ്ങനെയുള്ള തെറാപ്പീസും ഉണ്ട്. ഞാനൊരു ആകാംക്ഷ കൊണ്ട് ചോദിക്കട്ടെ, ചില സമയം നമ്മൾ ഓവർ തിങ്കിങ് വരുമ്പോൾ തലയിലിരുന്ന് എപ്പോഴും ആരെങ്കിലും സംസാരിക്കുന്നത് പോലെ അല്ലെങ്കിൽ എപ്പോഴും ഒരു കമ്മ്യൂണിക്കേഷൻ നടക്കുന്നത് പോലെയുള്ള ഒരു കാര്യമാണല്ലോ. അപ്പം എല്ലാവർക്കും ഇതിങ്ങനെയല്ല, അതായത് ഈ തല ഭയങ്കര ശാന്തമായി ഇരിക്കുന്നു എന്ന അവസ്ഥയുള്ളവരും അപ്പം ഉണ്ടാവുമോ? നമുക്ക് അങ്ങനെ ഉണ്ടാവും. ഇപ്പൊ ട്രോമയുടെ കേസിൽ പറയുകയാണെങ്കിൽ നമ്മളിതിന് 2 സ്റ്റേറ്റ് പറയും.
ഹൈപ്പർ അറൗസൽ എന്ന് നമ്മൾ പറയും, ഹൈപ്പോ അറൗസൽ എന്ന് പറയും. നമുക്ക് എല്ലാവർക്കും ഒരു വിൻഡോ ഓഫ് ടോളറൻസ് ഉണ്ട്. ആ ടോളറൻസിലാണ് എല്ലാവരും ശാന്തമായിട്ടും നമ്മൾ നോർമൽ ആയിട്ട് പോകുന്ന ആ ഒരു സംഭവം ഇരിക്കുന്നത്. ഹൈപ്പർ അറൗസൽ എന്ന് പറയുമ്പോൾ നമ്മൾ കുറച്ച് ആങ്ഷ്യസും അറൗസ്ഡ് ആയിരിക്കും. അടുത്ത് എന്താ സംഭവിക്കുന്നത്, നമ്മൾ ഈ വാക്കിംഗ് ഓൺ എക്സെൽസ് എന്നൊക്കെ പറയില്ലേ, അതുപോലെ ഈ മൊട്ടത്തൊലിപ്പുറത്ത് നടക്കുന്ന പോലെയാണ് നമ്മൾ. വാട്ട് വിൽ ഹാപ്പൻ നെക്സ്റ്റ്, ഇനി എന്താ അടുത്തത്, അവരെങ്ങനെയായിരിക്കും പ്രതികരിക്കുക, ഇവരെങ്ങനെയായിരിക്കും പ്രതികരിക്കുക എന്നുള്ള ഒരു എല്ലാത്തിലും ഒരു അറൗസ്ഡ് സ്റ്റേറ്റ് ആയിരിക്കും. മറ്റേത് നേരെ തിരിച്ചായിരിക്കും. ചിലപ്പോൾ ഒരു നമ്പ് ഫീലിംഗ് ഉണ്ടാവാം, പ്രത്യേകിച്ച് ഒന്നും ഫീൽ ചെയ്യുന്നില്ല, ഒരു ഒന്നും ഇമോഷൻസ് ഇല്ല, സന്തോഷമില്ല, അങ്ങനെ വെറുതെ നമ്പായിട്ടും ഇരിക്കാം. ഇത് രണ്ടും അതിൻ്റെ എന്താ പറയുക, ട്രോമയുടെ ഒരു സ്റ്റേറ്റ് എന്ന് പറയാം. ഇതിൽ വേരി ചെയ്തുകൊണ്ടാണ് ആൾക്കാർ നോർമലി പോകുന്നത്. എനിക്കൊന്ന് ക്വസ്റ്റ്യൻ ഡീവിയേറ്റ് ആയി. എന്തായിരുന്നു ഒന്നുകൂടെ ചോദിച്ച ക്വസ്റ്റ്യൻ? സോറി. അല്ല, അതായത് നമ്മളിപ്പം ഓവർ തിങ്ക് ചെയ്യുന്ന ആളുകൾ എപ്പോഴും പറഞ്ഞു കേട്ടിട്ടുള്ള, അല്ലെങ്കിൽ ഇപ്പൊ ഞാനൊക്കെ ഫേസ് ചെയ്യുന്ന, നമ്മുടെ തലയിലിരുന്ന ഒരാൾ എപ്പോഴും കാംനെസ്. ഇപ്പൊ നമ്മളോട് ഓവർ തിങ്ക് ചെയ്യുന്ന ഒരാളുടെ തലയിലിരുന്ന് എപ്പോഴും ആളുകൾ സംസാരിക്കുകയാണെന്ന് പറയും. ചിലർ പറയും ഇല്ല എന്റെ തല ഭയങ്കര കാമാണെന്ന് പറയും. അപ്പം ഈ എല്ലാവരുടെയും തലയിൽ ഈ സംഭവം നടക്കുന്നില്ല, അത് ചില ആളുകളുടെ തലയിൽ മാത്രം എപ്പോഴും ഇങ്ങനെ എന്തോ ഒരു മൂളക്കോ വർത്താനോ ഒക്കെ ഫീൽ ചെയ്യുന്നതാണോ? എല്ലാവർക്കും അത് ഉണ്ടാവണമെന്നില്ല, ചിലർക്കാണ് ഉണ്ടാവുന്നത്. ഞാൻ പറഞ്ഞ കേസിൽ ട്രോമയെ സംബന്ധിച്ചാണ് ഞാൻ പറഞ്ഞത്. ഹൈപ്പർ അറൗസൽ ഹൈപ്പോ അറൗസൽ ഉണ്ടാവുമ്പം ആദ്യത്തെ കേസിൽ ചിലപ്പോൾ ഈ പറഞ്ഞ മാതിരി നോൺ സ്റ്റോപ്പ് ആയിട്ട് ഓട്ടോമേറ്റഡ് തോട്ട്സ് ഇങ്ങനെ വന്നുകൊണ്ടിരിക്കാം. രണ്ടാമത്തെ കേസിൽ ചിലപ്പോൾ പ്രത്യേകിച്ച് ഒരു തോട്ടും ഒന്നും ഉണ്ടാവില്ല. അങ്ങനെ ഒരുപാട് പേര് എന്നോട് ഒന്നും പറയാറുണ്ട്, ആ ഒരു സ്റ്റേറ്റിലോട്ടും പോകാറുണ്ട്. ഇത് രണ്ടുമായിട്ട്. അപ്പോൾ എല്ലാവർക്കും അങ്ങനെ ഉണ്ടാവണം എന്നില്ല. ഈ ഒരു ഇന്നർ വോയിസ് കേൾക്കുന്ന പോലെയോ അല്ലെങ്കിൽ തോട്ട്സ് ഇങ്ങനെ ലൂപ്സിൽ വരുന്ന പോലെ എല്ലാവർക്കും ഉണ്ടാവണമെന്നില്ല. അത് സബ്ജക്റ്റീവ് ആയിട്ടുള്ള ഒരു സംഭവമാണ്. അതുപോലെ മാം ഇപ്പം പറഞ്ഞല്ലോ, ഒന്നെങ്കിൽ നമ്മളൊരു മുട്ടത്തൊലിയുടെ പുറത്ത് നടക്കണ പോലത്തെ ഒരു ഫീലിംഗ് ആയിരിക്കും, അല്ലെങ്കിൽ ഭയങ്കര നമ്പ് ഫീലിംഗ് ആയിരിക്കും. ഈ രണ്ട് മിക്സ്ഡ് ഇമോഷനും ഒരാൾക്ക് ഉണ്ടാവാനുള്ള സാധ്യതയുണ്ട്. ഉണ്ട്. ഈ സ്റ്റേറ്റ്സിന് നമുക്ക് മാറിയും അല്ലാതെയും ആൾക്കാർക്ക് അങ്ങനെ സഞ്ചരിച്ചവരുണ്ട്. അതെന്തെങ്കിലും ഒരു ഡിസോർഡറുടെ ഭാഗമാണ്, ട്രോമ ഡിസോർഡർ. ട്രോമയുടെ ഭാഗമായിട്ട് തന്നെ. ഓക്കെ. ഞാൻ പറഞ്ഞ ആ വിൻഡോ ഓഫ് ടോളറൻസ് അങ്ങോട്ടും ഇങ്ങോട്ടും പോയിട്ടുള്ള ആൾക്കാരുണ്ട്. അപ്പൊ ഇത്തരം കാര്യങ്ങളൊക്കെ ഫേസ് ചെയ്യുന്നവർ ഒരു തെറാപ്പിസ്റ്റിനെ കാണുന്നത് അത്യാവശ്യമാണ്. അത് ജീവിതത്തിൽ ഒരിക്കലെങ്കിലും ഒരു തെറാപ്പിസ്റ്റിനെ കാണേണ്ടത് അനിവാര്യമായിട്ടുള്ള ഒരു കാര്യമാണ് ഇപ്പോഴത്തെ കാലഘട്ടത്തിലാണ്. നമുക്ക് ഇതിനകത്ത് എനിക്ക് പറയാനുള്ളൊരു കാര്യം, നമ്മൾ നോർമലി ഒരു പ്രശ്നം വരുമ്പോൾ മാത്രം ഒരാളുടെ അടുത്ത് ഓടിപ്പോവുക എന്നുള്ളൊരു സംഭവം ഇപ്പം പതുക്കെ നമുക്കൊന്ന് തിരുത്താനുണ്ട്. ആക്ച്വലി എനിക്കിപ്പം എന്നെക്കുറിച്ച് കൂടുതൽ അറിയണം, എന്നാൽ നമുക്കൊരു തേർഡ് പേഴ്സൺ ഒരു പ്രൊഫഷണലോട് സംസാരിക്കാം. അല്ലെങ്കിൽ ഇപ്പം എനിക്ക് കുറച്ച് കാര്യങ്ങളിൽ കൺഫ്യൂഷൻ ഉണ്ട്, ആ കൺഫ്യൂഷൻ മാറ്റണം എന്നുണ്ടെങ്കിലും നമുക്ക് നല്ലൊരാളുടെ അടുത്ത് പോയി സംസാരിക്കാം. അല്ലെങ്കിൽ ഇപ്പം എന്താ പറയുക, ഞാനിപ്പോൾ എവിടെയെങ്കിലും സ്റ്റക്കാണ്, ആ സ്റ്റക്കായിരിക്കുന്ന ഒരു സ്ഥലത്ത് നിന്ന് എനിക്കൊരു ഗ്രോത്തിലോട്ട് പോകണം, അപ്പോഴും നമുക്ക് ചെയ്യാം. അപ്പോൾ എപ്പോഴും ഒരു ഡിസ്ട്രസ്സിങ് ആയിട്ടുള്ള ഒരു എക്സ്പീരിയൻസ് ഉണ്ടെങ്കിൽ മാത്രമേ നമ്മൾ പോകൂ എന്നുള്ളത് ഇപ്പം മാറി തുടങ്ങിയിട്ടുണ്ട് ആക്ച്വലി. ആൻഡ് ആൾക്കാർ കുറച്ചും കൂടി വോക്കലാണ് ഈ കാര്യങ്ങളിൽ. അതുപോലെ ട്രോമയുമായി വരുന്ന ആളുകൾക്ക് നോർമലി കൊടുക്കുന്ന തെറാപ്പീസ് എന്തൊക്കെയാണ്? നമുക്കിപ്പോൾ ട്രോമ ഫോക്കസ്ഡ് ആയിട്ട് ഇപ്പോൾ സാധാരണ നമ്മൾ കോഗ്നിറ്റീവ് ബിഹേവിയർ തെറാപ്പി, നെഗറ്റീവ് തോട്ട്സിനെ റീഫ്രെയിം ചെയ്തെടുക്കാനും നമ്മുടെ ലിമിറ്റിംഗ് ബിലീഫ്സിനെ മാറ്റിയെടുക്കാനുമായിട്ടുള്ള കൊടുക്കുന്ന തെറാപ്പിയാണ് ഇത് തന്നെ ട്രോമ ഫോക്കസ്ഡ് ആയിട്ട് പോകും. പിന്നെ നമ്മൾ രണ്ടാമത് നമുക്ക് നറേറ്റീവ് തെറാപ്പി ഉണ്ട്. ഇപ്പം നമുക്ക് പലപ്പോഴും നമ്മൾക്ക് ഒരാളുടെ അടുത്ത് സംസാരിക്കുമ്പോൾ കിട്ടുന്ന ആ ഒരു സുഖം, അതായത് ഐ ആം ബീങ് സീൻ ആൻഡ് ഹേർഡ് ആൻഡ് അണ്ടർസ്റ്റുഡ്. ഈ സാധനം തന്നെ നമുക്ക് വലിയൊരു ചികിത്സയാണ്. മിനിമം ഒരാൾക്ക് വേണ്ട സാധനം അതാണല്ലോ, എന്നെ ഒരാളെ കാണുക, കേൾക്കുക, അംഗീകരിക്കുക, മനസ്സിലാക്കുക എന്നുള്ള സാധനം. അപ്പം അതാണ് രണ്ടാമത്. പിന്നെ നമുക്ക് ഈ പറഞ്ഞ പോലെ ഒത്തിരി തെറാപ്പീസ് ഉണ്ട് ഇതിനകത്ത്. ഓരോരുത്തരുടെ ആ സിംറ്റംസ് വെച്ചിട്ട് നമ്മൾ കൂടുതലായിട്ട് പോകും. ഇപ്പം ഞാൻ നേരത്തെ ഫ്ലാഷ് ഇമേജസ് ഒക്കെ ഉള്ള ആൾക്കാർക്ക് അല്ലെങ്കിൽ ഹെവി ആയിട്ടുള്ള ബുദ്ധിമുട്ടുകൾ ഫേസ് ചെയ്യുന്ന ആൾക്കാർക്ക് EMDR പോലത്തെ തെറാപ്പീസ്, അങ്ങനെ ഒത്തിരി തെറാപ്പീസ് ഇതിൻ്റെ ഉള്ളിൽ വരുന്നുണ്ട്. പതുക്കെ നമുക്ക് എന്താ പറയുക, അതിലോട്ട് തെറാപ്പിസ്റ്റ് നയിച്ചു കൊണ്ടുപോകുമായിരിക്കും മിക്കവാറും. ഈ ട്രോമ അതിജീവിച്ചിട്ടുള്ള ഒരാൾ, ഞാൻ ഫേസ് ചെയ്യുന്ന ട്രോമയാണ്, ഇതിപ്പോൾ എൻ്റെ ഒരു ഹീലിംഗ് പ്രോസസ്സാണ് എന്ന് മനസ്സിലായി കഴിഞ്ഞാൽ ഇവർക്ക് പിന്നെ സേഫ്റ്റീസ് തോന്നേണ്ടത് ഭയങ്കര പ്രധാനപ്പെട്ട ഒരു കാര്യമല്ലേ? അപ്പോൾ അതിന് കുടുംബാംഗങ്ങളോ അല്ലെങ്കിൽ പാർട്ട്ണറോ ഫ്രണ്ട്സോ ഒക്കെയാണോ സപ്പോർട്ട് ചെയ്യേണ്ടത്? അതോ നമ്മൾ സ്വന്തമായി നമ്മളെ തന്നെ മനസ്സിലാക്കി മുന്നോട്ട് പോവുകയാണോ ചെയ്യേണ്ടത്? ഇത് രണ്ടും ആവാം ആക്ച്വലി. പിന്നെ ഇതും ഒരു പേഴ്സൺ ടു പേഴ്സൺ ഡിഫറെൻ്റ് ആയിരിക്കും. അതായത് ഇപ്പം എന്താ പറയുക, ഒരു അബ്യൂസ് പോലത്തെ ഒരു സംഭവം ഉണ്ടായിട്ടുള്ളത് ഒരു ട്രസ്റ്റഡ് പേഴ്സണിൽ നിന്നായിരിക്കും. ഒട്ടുമിക്ക കേസിലും നമ്മളൊരു 90% നമ്മൾ ട്രസ്റ്റ് ചെയ്ത ആൾ തന്നെയാണ്
മിക്ക കേസിലും എസ്പെഷ്യലി ചൈൽഡ്ഹുഡ് അബ്യൂസ് കേസിലൊക്കെ നമ്മൾ കണ്ടുവരുന്നത്. അപ്പോൾ ആ ട്രസ്റ്റ് അവിടെ ഇല്ലാണ്ടായി. പിന്നെ അവർക്ക് വേറൊരാളെ ട്രസ്റ്റ് ചെയ്യാൻ വളരെയധികം ബുദ്ധിമുട്ടാണ്. കുറേ സമയമെടുക്കും. ചെയ്യാൻ പറ്റില്ല എന്നല്ല, പക്ഷെ കുറേ സമയമെടുക്കും. നമുക്ക് നല്ല രീതിക്ക് നമ്മളെ സപ്പോർട്ട് ചെയ്ത് നമുക്ക് നമ്മളെ സേഫ് ആണെന്നും സെക്യൂർ ആണെന്നും തോന്നിപ്പിക്കുന്ന ആൾക്കാരെ നമ്മളെ ഹാൻഡ് ഹോൾഡ് ചെയ്യണം. ഇല്ലെങ്കിൽ നമുക്ക് സ്വയമായിട്ടും നമുക്ക് വരാൻ പറ്റും. ഒരു തെറാപ്പിസ്റ്റും ക്ലയൻറ്റും മാത്രമായിട്ട് പോകാനും പറ്റും. പിന്നെ എൻവയറമെൻറ്റ് ആക്ച്വലി നല്ലോണം മാറ്റർ ചെയ്യും കേട്ടോ. അപ്പോൾ നമ്മൾ തെറാപ്പി എടുക്കുമ്പോൾ നമുക്കൊരു നറിഷിംഗ് ആയിട്ടുള്ള ഒരു എൻവയറമെൻറ്റ് വീട്ടിലുണ്ടെങ്കിൽ അത് അത്രയും നല്ലതാണ്. അപ്പോൾ നമുക്ക് റെസിലിയൻസ് പവർ കിട്ടാനും ഹീൽ ചെയ്യാനും എളുപ്പമാണ്. നേരെ മറിച്ച് നമ്മൾ വീണ്ടും വീണ്ടും നമുക്ക് ട്രോമ ഉണ്ടാക്കിയ എൻവയറമെൻറ്റിൽ തന്നെ നമ്മൾ പോവുകയാണെങ്കിൽ ഹീലിംഗ് അത്രയും ചാലഞ്ചിങ് ആയിട്ട് വരും. ഇപ്പം മാം ഇപ്പം കുട്ടികളെയൊക്കെ ഉള്ള കേസുകൾ കൈകാര്യം ചെയ്യുന്ന ഒരാൾ കൂടിയാണല്ലോ. അപ്പം നമ്മുടെ ചുറ്റുമുള്ള കുട്ടികൾ ഏറ്റവും കൂടുതൽ ഫേസ് ചെയ്യുന്ന ട്രോമാസ് എന്താണ്? മാമിന് അത്രയും കേസ് കൈകാര്യം ചെയ്തപ്പോൾ വേദനിപ്പിച്ച എന്തെങ്കിലും ഒരു സംഭവം, അല്ലെങ്കിൽ മനസ്സിങ്ങനെ ഉലഞ്ഞു പോയ എന്തെങ്കിലും ഒരു ഇൻസിഡൻറ്റോ അങ്ങനെ എന്തെങ്കിലും ഉണ്ടോ? അങ്ങനെ ഒരുപാട് ഇൻസിഡൻസ് ഉണ്ടാവാറുണ്ട്. അതായത് നമ്മളിപ്പം ഡീൽ ചെയ്യുന്ന കേസസിൽ ചൈൽഡ് സെക്ഷുവൽ അബ്യൂസ് വരുമ്പോൾ അങ്ങനെ ഭയങ്കര ബുദ്ധിമുട്ട് തോന്നാറുണ്ട്. ഞാനും ഒരു അമ്മയാണ്, എനിക്ക് 2 ടീൻ കുട്ടികളാണുള്ളത്. അപ്പം അതുപോലത്തുള്ള കേസസ് ഒക്കെ വരുമ്പോൾ എനിക്ക് ബുദ്ധിമുട്ട് തോന്നാറുണ്ട്. കാരണം ബ്രദർ സിസ്റ്ററിനെ അബ്യൂസ് ചെയ്യുന്ന ഇവൻറ്റ്സ് വന്നിട്ടുണ്ട്. ഒരു സിസ്റ്റർ അല്ല, താഴെയുള്ള സിസ്റ്റർ, അങ്ങനെയൊക്കെ വരുമ്പം ഭയങ്കര ബുദ്ധിമുട്ടായിട്ട് തോന്നാറുണ്ട്. നമ്മൾ ക്ലിനിക്കൽ സെറ്റിങ്സിൽ ഡിസെൻഗേജ് ചെയ്യാൻ നമ്മൾ ട്രെയിൻഡ് ആണെങ്കിൽ പോലും ചില ഘട്ടങ്ങളിൽ നമുക്കങ്ങനെ ഈ മനസ്സൊലിഞ്ഞു പോവുക എന്നുള്ളൊരു വാക്ക്, അത് ഒരു കോഡ് സ്ട്രൈക്ക് ചെയ്തു, അത് കറക്റ്റ് ആയിട്ടുള്ളൊരു ടേമാണ്. അങ്ങനെ പറ്റിയിട്ടുണ്ട്. അത് കൂടാണ്ട് പാരൻസിൻ്റെ കയ്യിൽ നിന്ന് തന്നെ, അതായത് ഒരു പാരൻറ്റിന് ഒരു മെൻ്റൽ ഇൽനെസ് ഉണ്ട്, പക്ഷെ അവർക്ക് ഇൻസൈറ്റ് ഇല്ല എനിക്ക് ഇന്നതാണ്, അല്ലെങ്കിൽ പിന്നെ അവർക്ക് തെറാപ്പിക്ക് പോകാൻ പറ്റായികയാണോ അതോ അവർ പോവാത്തതാണോ, അങ്ങനെ ഏത് കേസാണെങ്കിലും ആ അൺഹീൽഡ് ആയിട്ടിരിക്കുന്ന അച്ഛനോ അമ്മയോ കെയർ ഗീവറോ അവരുടെ കയ്യിൽ നിന്ന് കുട്ടിക്കുണ്ടാവുന്ന ട്രോമ അത് ഭയങ്കര വലുതാണ്. ഇപ്പോൾ സ്കൂളുകളിൽ നിന്ന് റെഫറൻസ് വരുന്ന കേസസ് ഒക്കെ ഒത്തിരി ഉണ്ട്. അപ്പം നമ്മൾ നോക്കുമ്പോൾ ഡീപ്പായിട്ട് പോകുമ്പോൾ കുട്ടിയെ നമ്മൾ താങ്ങണം. അതിൻ്റെ കൂട്ടത്തിൽ അതിൻ്റെ ഡീപ്പായിട്ട് അതിൻ്റെ ഉള്ളിലുള്ള എന്താ പറയുക സിറ്റുവേഷനും കൂടി നമ്മൾ കൈകാര്യം ചെയ്താൽ ആ റൂട്ട് കോസിനെ നമുക്ക് പിടിക്കാൻ പറ്റും. അതായത് ഇപ്പോൾ അതിനകത്തൊരു അൺഹീൽഡ് പാരൻ്റ് ഉണ്ട്, അവർക്ക് സപ്പോർട്ട് കൊടുക്കണം അല്ലെങ്കിൽ സപ്പോർട്ട് വേണം എന്നുള്ളൊരു സംഭവം. പിന്നെ മെൻ്റൽ ഇൽനെസ്സിൻ്റെ കേസിൽ നമ്മൾ പറയുകയാണെങ്കിൽ ചിലർക്ക് ഇൻസൈറ്റ് കാണില്ല, അപ്പോൾ അവരൊരു ഡിനയലിലൊക്കെ ആണെങ്കിൽ നമുക്ക് ബുദ്ധിമുട്ടാണ്. പക്ഷെ അല്ലാത്ത കേസിൽ, തിരിച്ചറിവുള്ള കേസിൽ നമ്മൾ ഒരു ചെറിയ സപ്പോർട്ട് കൊടുക്കുമ്പോൾ ഒത്തിരി മുന്നോട്ട് വന്നിട്ടുള്ള കേസുകൾ നമുക്ക് ഒരുപാടുണ്ട്. ഇവൻച്വലി പാരന്റ് ഹീലാവുമ്പോൾ മോസ്റ്റ് ഓഫ് ദ കേസസിൽ കുട്ടിയുടെ ഹീലിംഗും നമുക്ക് ഏകദേശം ഒന്ന് ഉറപ്പാക്കാം. ശരിക്കും ഇത്തരം കേസ് വരുമ്പോൾ നമ്മുടെ കുട്ടികൾ സുരക്ഷിതരാണോ എന്നുള്ളൊരു ചോദ്യം, സ്വന്തം വീട്ടിൽ സുരക്ഷിതരാണോ എന്നുള്ളൊരു ചോദ്യം നമ്മുടെ ഉള്ളിൽ ഭയങ്കരമായി അലട്ടുന്നുണ്ടാവുമല്ലോ ഒരു ഘട്ടം കഴിഞ്ഞ് കഴിയുമ്പോഴത്തേനും. അതുപോലെ തന്നെ നമ്മുടെ ഈ ടോക്സിക് പാരന്റിങ് കുട്ടികളിലേക്ക് വരുമ്പോഴത്തേനും അതും അവർക്കൊരു ട്രോമയാവാനുള്ള ഒരു സാധ്യതയില്ല? തീർച്ചയായിട്ടും ഉണ്ട്. അത് ഭയങ്കര വലിയ ട്രോമയാണ്. കാരണം കുട്ടികൾ എപ്പോഴും ഉറ്റുനോക്കുന്നത് എല്ലാ കാര്യങ്ങൾക്കും, ഇപ്പം അവർക്കൊരു മോറൽ സപ്പോർട്ട്, ഇമോഷണൽ ഫിസിക്കൽ സപ്പോർട്ട്, ഫിനാൻഷ്യൽ സപ്പോർട്ട്, ഷെൽട്ടർ, അല്ലെങ്കിൽ അവരെ കൈപിടിച്ച് മുന്നോട്ട് മോട്ടിവേറ്റ് ചെയ്ത് കൊണ്ടുപോകുന്നത്, ഡിസിഷൻ മേക്കിംഗ്, ഇതെല്ലാത്തിലും ഉറ്റുനോക്കുന്നത് പാരൻസിനെ തന്നെയാണ് അല്ലെങ്കിൽ കെയർ ഗീവേഴ്സിനെ തന്നെയാണ്. അപ്പം അതിനകത്ത് ഈ പറഞ്ഞ മാതിരി എന്തെങ്കിലും ഡിസോർഡർ ഉള്ള പാരൻസോ, വയ്യാത്ത പാരൻസോ, അവർക്ക് പ്രത്യേകിച്ച് തിരിച്ചറിവൊന്നും ഇല്ലാത്ത പാരൻസ് ചിലപ്പോൾ ഇവൻച്വലി കുട്ടിയെ ഹേർട്ട് ചെയ്തെന്ന് വരാം, അല്ലെങ്കിൽ കുട്ടിക്ക് അത് ഹേർട്ടായിട്ട് അനുഭവപ്പെടാം. അങ്ങനെ വരുന്ന കേസസിൽ നമുക്ക് എന്താ പറയുക കുറച്ച് ബുദ്ധിമുട്ടായിരിക്കും അത് മുന്നോട്ട് കൊണ്ടുപോകാനായിട്ട്. ഈ സിബ്ലിങ്സ് റൈവലറി വരുന്നതും ഈ ഒരു ട്രോമയുടെ ഒക്കെ ഭാഗമായിട്ടായിരിക്കുമോ, അതോ അതൊരു സാധാരണയായി സംഭവിക്കുന്ന ഒരു കാര്യമാണോ? സിബ്ലിംഗ് റൈവലറി ആണോ ഉദ്ദേശിച്ചത്? അത് ചില കേസിലൊക്കെ ഞങ്ങൾ കണ്ടിരിക്കുന്ന കുറേ കേസുകളിൽ ഇപ്പോൾ നമ്മൾ ചെറിയ ചെറിയ സ്റ്റേറ്റ്മെൻറ്റ്സ്, അത് ഇൻറ്റൻഷനൽ ആണോ അല്ലാതെ ഇരിക്കാം. ഇപ്പോൾ ഒരു മുതിർന്ന ഒരു കാർന്നോരോ ആരെങ്കിലും ഒരാൾ പുതിയൊരു കുഞ്ഞു വന്നു, ഇനി നിന്നെ ആർക്കും വേണ്ട കേട്ടോ, നിന്നെ മൈൻഡേ ഇല്ല, അല്ലെങ്കിൽ നീ പോയി വേഗം ഇരുന്നോ, അല്ലെങ്കിൽ നിനക്ക് കിട്ടില്ല, ഇങ്ങനത്തെ ചെറിയ ചെറിയ സ്റ്റേറ്റ്മെൻറ്റ്സ് ചിലപ്പോൾ കുഞ്ഞുകുട്ടിക്ക്, മൂത്ത കുട്ടി കുഞ്ഞതാണെങ്കിൽ അതിനും അത്രയും തന്നെ പരിപാലനവും കെയറും കാര്യങ്ങളൊക്കെ വേണ്ട അവസ്ഥയാണല്ലോ. അപ്പോൾ ചിലപ്പോൾ അതിന് ഹേർട്ട്ഫുൾ ആയിട്ടും അൺവാണ്ടഡ് ആയിട്ടും തോന്നാം. അങ്ങനെ ചിലപ്പോൾ ചെറിയ കുട്ടിയോടുള്ള റൈവലറി ചെറുതായിട്ട് തോന്നി പിന്നെ വലുതായിട്ട് വരാം. ഇപ്പോൾ നമ്മളിപ്പോൾ യാത്ര ചെയ്യാണ്, ഒരു ട്രോമാറ്റിക് അനുഭവം നമുക്കുണ്ടാവുന്നു. അപ്പം അത് നമ്മുടെ കൂടെ ഉള്ള ഒരാൾ നമ്മളോട് ഷെയർ ചെയ്യുകയാണെങ്കിൽ അപ്പം തന്നെ നമുക്ക് അവരെ സഹായിക്കാനും ഹീൽ ചെയ്യാനും ഒക്കെ പറ്റുമോ, അതോ അതിങ്ങനെ ഉള്ളിൽ കിടന്നൊരു തെറാപ്പിസ്റ്റിൻ്റെ അടുത്ത് തന്നെ പോയിട്ട് ചെയ്യുകയാണോ ചെയ്യേണ്ടത്, ഹീൽ ചെയ്യാനാണോ ശ്രമിക്കേണ്ടത്? ഇല്ല, അത് നമ്മുടെ കൂടെ
ഉള്ള ആളുടെ ഒരു ഇതനുസരിച്ചിരിക്കും. ഇപ്പം ഞാനും ഇപ്പം ക്രിസ്റ്റീനയാണ് സഞ്ചരിക്കുന്നത്. അപ്പോൾ ക്രിസ്റ്റീന എൻ്റെ ഒരു വളരെ ഉറ്റ സുഹൃത്താണ്. അപ്പോൾ ക്രിസ്റ്റീനയ്ക്ക് ഒരു സംഭവം ഉണ്ടായത് ക്രിസ്റ്റീന എന്നോട് പറയുന്നു. അത് എന്നോട് പറയാൻ തന്നെ ഒത്തിരി ട്രസ്റ്റ് വേണ്ടി വരുമല്ലോ. അപ്പം ഞാൻ ഒരു ഫ്രണ്ട് ആയതുകൊണ്ടും എന്നെ സേഫായിട്ട് കൺസിഡർ ചെയ്യുന്നതുകൊണ്ടാണ് ക്രിസ്റ്റീന അത് എന്നോട് പറയുന്നത്. അപ്പോൾ ആ ഒരു ട്രസ്റ്റും സേഫ്റ്റിയും ആ ക്രിസ്റ്റീനയ്ക്ക് ഫീൽ ചെയ്യുമ്പോൾ ഡെഫിനറ്റ്ലി ഞാൻ ഒരു സപ്പോർട്ട് കൊടുക്കുമ്പോൾ എൻ്റെ വാക്കുകൾ ക്രിസ്റ്റീനയ്ക്ക് ഹീലിംഗ് ആയിരിക്കും. അപ്പോൾ അത് പുറത്തേക്കുള്ള ഒരു സപ്പോർട്ടിനേക്കാളും ആ ഫസ്റ്റ് ഹാൻഡ് സപ്പോർട്ട് കിട്ടുന്നുണ്ടല്ലോ, അത് ഭയങ്കര ഇമ്പോർട്ടൻ്റ് ആണ്. ഇപ്പോൾ നമ്മൾ കേൾക്കുന്ന ഒരു കാര്യമാണല്ലോ, മീറ്റു ഒക്കെ വരുന്ന ഒരു സമയത്ത് ആളുകൾ എന്തുകൊണ്ട് ഇത് നേരത്തെ പറഞ്ഞില്ല എന്ന് പറയുന്ന ഒരു കാര്യമാണ്. അപ്പം നമ്മുടെ ഉള്ളിലുണ്ടാവുന്ന പ്രശ്നങ്ങൾ അത്ര വേഗം മറ്റൊരാളോട് പറയാൻ പറ്റില്ലെന്ന് ഞാൻ പറഞ്ഞല്ലോ. അതെന്തുകൊണ്ടാണ് മറ്റൊരാൾക്ക് അത് അംഗീകരിക്കാൻ പറ്റാത്തത്? സമൂഹം എപ്പോഴും ബ്ലെയിം ചെയ്യുന്ന കാര്യമാണല്ലോ പെൺകുട്ടികളെ, നിങ്ങൾ ഇത് അന്ന് പറഞ്ഞില്ല ഇന്ന് പറഞ്ഞിട്ട് കാര്യമില്ല എന്ന് പറയുന്നത്. അതൊരു ട്രോമ നമ്മളെ മനസ്സിലാക്കി ഇതാണ് സംഭവം എന്ന് വർഷങ്ങളെടുത്ത് നമ്മൾ മനസ്സിലാക്കി പുറത്ത് പറയാനെടുക്കുന്ന ഒരു സമയമായിരിക്കില്ലേ? സമൂഹം ഇപ്പം കുറച്ചും കൂടി ഇരയോട് നീതി പുലർത്തേണ്ടതും കൂടി ഇല്ലേ? ഉണ്ട്. അത് സമൂഹത്തിലുള്ള എല്ലാവർക്കും ഇത്തരം കാര്യങ്ങൾ അറിയണമെന്നില്ല. ഞാൻ എപ്പോഴും മനസ്സിലാക്കിയിരിക്കുന്ന ഒരു കാര്യം ലാക്ക് ഓഫ് അവയർനെസ് ആണ്. ഈ അറിവും തിരിച്ചറിവും വ്യത്യാസം ഉണ്ടല്ലോ. അപ്പോൾ ഈ തിരിച്ചറിവ് കിട്ടാത്ത കേസസിലാണ് അവരിങ്ങനത്തെ ഒരു ന്യായമല്ലാത്തൊരു കാര്യം പറയുന്നത്. എന്താന്ന് വെച്ചാൽ നമുക്കിപ്പോൾ ഇങ്ങനെ ഒരു സംഭവം ഉണ്ടാവുമ്പോൾ ട്രോമാറ്റിക് ആയിട്ടുള്ള എന്ത് അനുഭവങ്ങൾ ഉണ്ടാവുമ്പോഴും നമ്മളിപ്പം നമ്മുടെ മാനസികാവസ്ഥ എന്ന് പറയുന്ന ഈ എന്താ പറയുക ഒരു ഫ്രീസ് റെസ്പോൺസിലേക്ക് പോകാനുള്ള ചാൻസ് വളരെ കൂടുതലാണ്. നമ്മൾ ഫ്രീസായിട്ട് നിൽക്കുക, ലിറ്ററലി മൈൻഡും ബോഡിയും ഫ്രോസൺ ആവുക എന്നുള്ളൊരു സംഭവം. അപ്പോൾ ഇപ്പം എന്താ എനിക്ക് സംഭവിച്ചേ എന്നുള്ളത് പ്രോസസ്സ് ചെയ്യാനായിട്ട് കുറച്ച് സമയം എന്തായാലും എടുക്കും. ചില ആൾക്കാർ ചിലപ്പം ഉടനെ തന്നെ അത് ഒരാളോട് പോയി പറയുകയോ ഹെൽപ്പ് സീക്കുകയോ ഒക്കെ ചെയ്യാം. പക്ഷെ എല്ലാവരും അങ്ങനെ അല്ല. അത് കുറച്ച് സമയം എടുത്ത് അത് പ്രോസസ്സ് ചെയ്ത് ഓക്കെ എനിക്ക് ഉണ്ടായത് ഇന്നൊരു സംഭവമാണ് എന്നുള്ളത് പ്രോസസ്സ് ചെയ്യാൻ കുറച്ച് സമയം എടുക്കും. അപ്പോൾ ആ സമയമാണ് സാധാരണഗതിയിൽ ആൾക്കാർ എടുക്കുന്നത്. അത് ന്യായമായിട്ട് അവർക്ക് കിട്ടേണ്ട ഒരു സമയം തന്നെയാണ്. കാരണം ബോഡിയും മൈൻഡും എപ്പോഴും ഒരേപോലെ റെസ്പോണ്ട് ചെയ്യണമെന്നില്ല. അപ്പോൾ ആക്ച്വലി ഞങ്ങളുടെ NGO വഴി ഇതിൻ്റെ ഒരു അവയർനെസ് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ അത് ഒത്തിരി ഹെൽപ്ഫുൾ ആയിട്ടുണ്ടെന്ന് ഓഡിയൻസ് പറഞ്ഞിട്ടുണ്ട് നമ്മളോട്. കാരണം അത് അവർക്ക് പലർക്കും അത് അറിയില്ലായിരുന്നു. ഡീപ്പായിട്ടുള്ളൊരു ഇത് തന്നെയാണ് നമ്മൾ കൊടുത്തത്. അപ്പോൾ കാരണം അത് അത്യാവശ്യമാണ് ആ ഒരു ആൾക്ക്, അതായത് സർവൈവർക്ക് ഹീൽ ചെയ്യാനുള്ള അല്ലെങ്കിൽ ത്രൈവ് ചെയ്യാൻ അത് ഭയങ്കര ആവശ്യമാണ്. കാരണം ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യം നമ്മൾ അത് ബുദ്ധിമുട്ടിലൂടെ വന്ന ആളുടെ അടുത്ത് പോയിട്ട് ബുദ്ധിമുട്ടായിട്ടുള്ള ക്വസ്റ്റ്യൻസ് വീണ്ടും ചോദിക്കുക എന്നുള്ളത്. അപ്പോൾ പ്രോബ് ചെയ്യരുത് എന്നുള്ള ഒരു സംഭവം. നമ്മൾ എപ്പോഴും ഒരു കൈൻഡ്നെസ്, ദയവ് എപ്പോഴും അവരോട് കാണിക്കണം, അല്ലെങ്കിൽ കമ്പാഷൻ എപ്പോഴും ഉണ്ടാവണം എന്നുള്ളൊരു സംഭവമാണ് നമ്മളും കൊടുക്കുന്നത്, സമൂഹത്തിനുള്ളൊരു മെസ്സേജ് ആയിട്ട് കൊടുക്കുന്നത്. അതായത് ഇമോഷണലി വീക്കായിരിക്കുന്ന ഒരാളുടെ അടുത്ത് എന്നിട്ട് നമ്മൾ നീ എന്താ എപ്പോഴും ഇങ്ങനെ ഇരിക്കണേ എന്ന് നമ്മൾ ചോദിക്കാൻ പാടില്ല. അത് ഇപ്പം ചില ആൾക്കാർ അത് തമാശയ്ക്ക് ഉദ്ദേശിക്കുന്നു, തമാശ രീതിക്ക് ചിലപ്പോൾ ക്ലോസ് ഫ്രണ്ട്സ് ആകുമ്പോൾ അത് എടുത്ത് രണ്ടുപേരും അങ്ങോട്ടും ഇങ്ങോട്ടും എടുക്കും. എല്ലാ സമയവും ഒരാൾ അതുപോലെ തന്നെ തമാശയ്ക്ക് എടുക്കണം എന്നില്ല. അവർക്ക് ഉള്ളിലൊരു ബുദ്ധിമുട്ടുണ്ട്, ഓൾറെഡി അവർക്ക് ആരെയും മനസ്സിലാക്കാൻ പറ്റുന്നില്ല, അല്ലെങ്കിൽ അവർക്ക് എന്താണ് നടക്കുന്നതെന്നുള്ള അവർക്ക് തന്നെ കിട്ടുന്നില്ല, അല്ലെങ്കിൽ പറയാൻ പറ്റുന്നില്ല. ഇങ്ങനത്തുള്ള എല്ലാ ഘട്ടങ്ങളിലും അങ്ങനത്തെ ഒരു ചോദ്യം പോയി ചോദിക്കുമ്പോൾ ചിലപ്പോൾ അവർക്ക് ഇറിറ്റേറ്റഡ് ആവാനുള്ള ചാൻസ് വളരെ കൂടുതലാണ്. അതുപോലെ ഈ ട്രോമ ഇപ്പം അമ്മയിലുള്ള ട്രോമ അല്ലെങ്കിൽ അച്ഛനിലുള്ള ട്രോമ മക്കളിലേക്ക് കൈമാറാനുള്ള ഒരു സാധ്യത, അങ്ങനെ കൈമാറ്റം ചെയ്യപ്പെടുകയൊക്കെ ചെയ്യുമോ? കൈമാറ്റം ചെയ്യപ്പെടാം. അതാണ് നമ്മൾ ഇന്റർ ജനറേഷണൽ ട്രോമ എന്ന് ആക്ച്വലി പറയുന്നത്. അതായത് ഒരു ജനറേഷനിൽ നിന്ന് വേറൊരു ജനറേഷനിലേക്ക് പാസ് ചെയ്ത് വരിക. അതായത് അൺഹീൽഡ് ആയിട്ടുള്ള ഒരു വ്യക്തി ആ ഫാമിലിയിൽ ഉണ്ടായിട്ടുണ്ടെങ്കിൽ ആ ജനറേഷനിൽ അവർ തന്നെ ഒരു കുട്ടിയെ പാരന്റ് ചെയ്യുന്നു എന്നുണ്ടെങ്കിൽ അവരുടെ പ്രൊജക്ഷൻസ് അല്ലെങ്കിൽ അവരുടെ ആ ഒരു ബുദ്ധിമുട്ടിലുണ്ടാവുന്ന കാര്യങ്ങളെല്ലാം ആ നെക്സ്റ്റ് ജനറേഷനിലേക്ക് പോവും. കാരണം അവർ ഹീൽ ചെയ്തിട്ടില്ല, അവർക്ക് ഒത്തിരി ഇമോഷണൽ ബാഗേജ് ഉണ്ട്. അപ്പോൾ ഐഡിയലി അത് ഹീൽ ചെയ്യണം എന്നുള്ളതാണ്. ബിഫോർ മാരേജ് അത് തിരിച്ചറിഞ്ഞ് എല്ലാവരും ഹീൽ ചെയ്യാൻ പറ്റിക്കഴിഞ്ഞാൽ അത് അത്രയും കുട്ടിക്ക് നല്ലതാണ്, കുട്ടിയുടെ മാനസിക ആരോഗ്യത്തിന് അത് നല്ലതാണ്. നമുക്ക് എന്താ പറയുക, നല്ലൊരു സമൂഹത്തിനെ തന്നെ വാർത്തെടുക്കാൻ പറ്റും.
അതുപോലെ ഈ ട്രോമാറ്റിക് മെമ്മറീസ് ഒരു ഫ്ലാഷ് ബാക്ക് പോലെ നമുക്ക് എപ്പോഴും ഇങ്ങനെ ഓർമ്മ വരികയാണ്, അല്ലെങ്കിൽ സ്വപ്നത്തിൽ എനിക്ക് സംഭവിക്കുകയാണ്. അപ്പം നമുക്ക് അതിനെ നിയന്ത്രിക്കാൻ വേണ്ടിയിട്ട് എന്തെങ്കിലും കാര്യങ്ങളൊക്കെ ചെയ്യാൻ വേണ്ടിയിട്ട് സാധിക്കുമോ? അതിൽ ഒരുപാട് കാര്യങ്ങളുണ്ട്. അതിലൊരു തെറാപ്പിയാണ് ഞാൻ ആദ്യം പറഞ്ഞ പോലെ EMDR തെറാപ്പി എന്ന് പറഞ്ഞൊരു തെറാപ്പി നമ്മൾ ചെയ്യുന്നുണ്ട്. അതിന് നമുക്ക് ഈ പറഞ്ഞ പോലെ ഫ്ലാഷ് ബാക്സ്, ഇൻട്രൂസീവ് മെമ്മറീസ്, ഫ്ലാഷ് ഇമേജ്, ഈ സാധനങ്ങളെല്ലാം നമുക്ക് മാറ്റിയെടുക്കാൻ പറ്റും. താമസം എടുക്കും. ഓരോ ആൾക്കാരുടെ ഓരോ ഇതും അവരും തെറാപ്പിസ്റ്റും തമ്മിലുള്ള ഒരു റാപ്പോ അനുസരിച്ചായിരിക്കും ആ സെഷൻ പ്രോഗ്രസ് ചെയ്തു പോവുക. പക്ഷെ ഒരു വർഷമായിട്ടൊക്കെ തെറാപ്പി എടുക്കുന്ന ആൾക്കാരുണ്ട്. അപ്പോൾ നല്ല രീതിക്ക് അത് പ്രോഗ്രസ് ചെയ്ത് പോകുന്നവരും ഉണ്ട്. ചിലപ്പം ചെറിയ റെസ്പോൺസുകൾ വന്നുകൊണ്ടിരിക്കുന്ന കേസിൽ ഡിസ്ട്രസ്സിൽ പോകുന്നവരും ഉണ്ട്. അപ്പോൾ വീണ്ടും നമ്മൾ ഹാൻഡ് ഹോൾഡ് ചെയ്ത് അവരെ തിരിച്ചു കൊണ്ടുവരുവാണ്. ഈ ട്രോമ അനുഭവിച്ച വ്യക്തികൾക്ക് വിശ്വാസം കുറയുക, ഇപ്പം എൻ്റെ കൂട്ടുകാരുടെ അടുത്ത് നമ്മളിപ്പം തിരിച്ചു തന്നിട്ടുണ്ട്, ചിലപ്പോൾ അവർക്ക് നമ്മളെ ട്രസ്റ്റ് ചെയ്യാൻ പറ്റാത്ത കണ്ടീഷൻ ഉണ്ടാവും, ആരെയും വിശ്വസിക്കാൻ പറ്റില്ല എന്നൊക്കെ തോന്നും. എന്തുകൊണ്ടാണ് ഇങ്ങനെ സംഭവിക്കുന്നത്? അതുപോലെ തന്നെ ഈ ഇത്തരം കണ്ടീഷനിലൂടെ പോകുന്ന ആളുകൾക്ക് അവരുടെ വിശ്വാസമൊക്കെ വീണ്ടെടുക്കാൻ വേണ്ടിയിട്ടൊക്കെ സാധിക്കുമോ? അതിന് നമ്മൾ എന്ത്, കൂട്ടുകാരല്ലെങ്കിൽ കൂടെ നിൽക്കുന്നവരൊക്കെ എന്ത് സഹായമാണ് ചെയ്തു കൊടുക്കേണ്ടത്? സാധിക്കും. സമയമെടുക്കും എന്നുള്ളത് മാത്രമേ ഉള്ളൂ. കാരണം ഒരു ട്രോമ ഉണ്ടാകുമ്പോൾ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ നമ്മുടെ സെൻസ് ഓഫ് സേഫ്റ്റി ആൻഡ് ട്രസ്റ്റ് അത് ബ്രോക്കൺ ആണ്. പിന്നെ നമുക്കും നമ്മുടെ കൺട്രോളും ഇല്ല, നിയന്ത്രണവും ഇല്ലാത്ത ഒരു ഫീലിംഗ് ആണ് നമുക്ക് വരുന്നത്. അപ്പോൾ നമ്മുടെ തോട്ട്സ് ഓൾ ഓവർ ദ പ്ലേസ് എന്ന് പറയുന്ന പോലെ അങ്ങനത്തെ ഒരു സിറ്റുവേഷൻ, അല്ലെങ്കിൽ ഇമോഷൻസ് ഓൾ ഓവർ ദ പ്ലേസ് ആവാം. അപ്പോൾ അങ്ങനത്തെയൊക്കെ കേസിൽ ഇപ്പം ഒരാൾക്കിപ്പം ഉറ്റ സുഹൃത്താണ്, അവർക്ക് കാര്യങ്ങൾ അറിയാമെങ്കിൽ നമ്മൾ അവരെ നോൺ ജഡ്ജ്മെൻ്റലായിട്ട് കേൾക്കുക എന്നുള്ളൊരു സംഭവമാണ്. ഈ ആക്റ്റീവ് ലിസണിങ് എന്ന് നമ്മൾ പറയുന്നൊരു കാര്യമുണ്ടല്ലോ. ഒരാൾ പറയുമ്പോൾ നമ്മുടെ ബോഡി ലാംഗ്വേജ്, നമ്മുടെ നോൺ വെർബൽ ആയിട്ടുള്ള കാര്യങ്ങളൊക്കെ അവരെ നമ്മൾ കേൾക്കുന്നു. ഇപ്പം ഞാൻ സംസാരിക്കുമ്പോൾ ക്രിസ്റ്റീന നോഡ് ചെയ്യുന്നുണ്ട്, അതൊരു ജെസ്ചർ ടു ദ ഓപ്പോസിറ്റ് പേഴ്സൺ ആണ്. ഞാൻ നിങ്ങൾ പറയുന്നത് കോംപ്രിഹെൻഡ് ചെയ്യുന്നു എന്നുള്ളത്. ഇതൊരു ഐഡിയൽ ആയിട്ടുള്ളൊരു ബോഡി ലാംഗ്വേജ് ആണ്. അതേപോലെ നമുക്കിപ്പോൾ ചെയ്ത് കൊടുക്കാൻ പറ്റുന്ന കാര്യങ്ങൾ ഓണസ്റ്റ് ആയിട്ട് പറയുക. എനിക്ക് നിന്നെ ഈ കേസിൽ സപ്പോർട്ട് ചെയ്യാൻ പറ്റും, ഞാൻ നിൻ്റെ കൂടെ ഉണ്ട്, റൈറ്റ് വേർഡ്സ്. പിന്നെ ദിസ് ഇസ് നോട്ട് യുവർ ഫോൾട്ട് എന്നുള്ള കാര്യം നമ്മൾ എപ്പോഴും പറഞ്ഞു കൊടുക്കണം. ആ കുട്ടിയാണെങ്കിൽ ആരാണോ സർവൈവ് ചെയ്തിരിക്കുന്നത് അവരുടെ അടുത്ത് നമ്മൾ നിരന്തരമായിട്ട് റിപ്പീറ്റഡ്ലി പറയേണ്ട കാര്യമാണ്, ഇത് നിങ്ങളുടെ കുറ്റം കൊണ്ട് സംഭവിച്ചതല്ല. കാരണം അവർക്ക് സെൽഫ് ബ്ലെയിം ആൻഡ് ഗിൽട്ട് ഒത്തിരി നമ്മൾ കണ്ടുവരുന്ന ഒരു കാര്യമാണ്. അപ്പോൾ ഇത് നമ്മൾ കുറേ പ്രാവശ്യം പറഞ്ഞു കൊടുക്കേണ്ടി വരും. പിന്നെ അത് എന്താ പറയുക, റെസ്പോൺസസ് വരുമ്പോൾ നമ്മൾ ആ എൻവയറമെൻറ്റിൽ നിന്നൊക്കെ ഒന്ന് ചെറുതായിട്ടൊന്ന് മാറ്റി, നമുക്ക് കുറച്ചൊരു ഹീലിംഗ് ആയിട്ടുള്ള ഒരു എൻവയറമെൻറ്റ് എപ്പോഴും നല്ലതാണ്. നറിഷിംഗ് ആയിട്ടുള്ള ഒരു എൻവയറമെൻറ്റ്, നമ്മളെ സപ്പോർട്ട് ചെയ്ത് ഹാൻഡ് ഹോൾഡ് ചെയ്യുന്ന ആൾക്കാർ, നമ്മളെ അധികം ക്വസ്റ്റ്യൻ ചോദിച്ചു ബുദ്ധിമുട്ടിലാക്കാത്ത വിധത്തിലുള്ള ഒരു സപ്പോർട്ട് സിസ്റ്റമാണ് എപ്പോഴും നമുക്ക് നല്ലത്. ഈ ട്രോമയിലൂടെ കടന്നു പോകുന്ന വ്യക്തിക്ക് സൂയിസൈഡ് ടെൻഡൻസി ഒക്കെ വരാനുള്ള ഒരു സാധ്യതയുണ്ട്. എന്തുകൊണ്ടാണ് അങ്ങനെ സംഭവിക്കുന്നത്? പലർക്കും ജീവിതം മടുത്തു എന്നുള്ളൊരു ഫീലിംഗ് തോന്നാറുണ്ട്. അല്ലെങ്കിൽ ഇനി എനിക്ക് ജീവിച്ചിട്ട് കാര്യമില്ല. അതൊരു കോമ്പിനേഷനാണ്. ഹോപ്പ്ലെസ്നെസ്, ഹെൽപ്ലെസ്നെസ്, അങ്ങനത്തെ ഒരു ഫീലിംഗ് അവർക്ക് വരാനുള്ള ചാൻസ് ഉണ്ട്. അപ്പോൾ നമ്മൾ ഈ പറഞ്ഞ മാതിരി അതിനൊക്കെ ഉള്ള തെറാപ്പീസ് ഉണ്ട്, എടുക്കുവാണെങ്കിൽ, ഭാഗ്യം ഉണ്ടെങ്കിൽ. അപ്പോൾ എന്താ പറയുക, ചിലപ്പോൾ ഒരു വാക്ക് മതി ഒരാളെ അതിൽ നിന്ന് പിന്തിരിപ്പിക്കാനായിട്ട്. അപ്പോൾ അതുകൊണ്ട് അതേപോലെ സബ്സ്റ്റൻസിലേക്ക് പോകുന്ന ഒത്തിരി പേരുണ്ട്. കോപ്പിംഗ് അപ്പ് ആയിട്ട് ഇപ്പോൾ ഗാഡ്ജറ്റ്സ് ഒത്തിരി ഉപയോഗിച്ച് അങ്ങനെ പോകുന്ന ആൾക്കാരുണ്ടല്ലോ, അതേപോലെ തന്നെ സബ്സ്റ്റൻസിലോട്ട് പോകുന്ന ആൾക്കാരും ഉണ്ട്. എല്ലാം അവർക്ക് ഇത് മറക്കാനും ഇതിൽ നിന്നൊരു ഡിസ്ട്രാക്ഷൻ ആയിട്ടും അതൊക്കെ യൂസ് ചെയ്യുന്ന ആൾക്കാരുണ്ട്. ഒരിക്കലും നമ്മൾ ട്രോമ ഉണ്ട് എന്ന് നമ്മൾ തിരിച്ചറിഞ്ഞു കഴിഞ്ഞാൽ അതിൽ നിന്ന് പൂർണ്ണമായിട്ട് നമുക്ക് മുക്തി നേടാൻ വേണ്ടിയിട്ട് സാധിക്കുമോ? നമ്മൾ എപ്പോഴും നോക്കുന്നതുണ്ടല്ലോ, നമ്മൾ ഫോക്കസ് ചെയ്യുന്നത് ആ ഡെസ്റ്റിനേഷൻ അല്ല, ആ ജേണിയാണ്. ഡെസ്റ്റിനേഷനിലോട്ട് നമ്മൾ ഫോക്കസ് കൊടുത്താൽ നമുക്ക് കാര്യങ്ങൾ ബുദ്ധിമുട്ടിലോട്ടാവും. കാരണം നമ്മളപ്പോൾ ഇപ്പം പ്രസൻറ്റ് മൊമെൻറ്റിൽ നമ്മൾ കോൺസെൻട്രേഷൻ കൊടുക്കില്ല. അപ്പം നമ്മൾ ഹീലിംഗിൽ പ്രോസസ്സിലോട്ട് വരണം എന്നുണ്ടെങ്കിൽ നമ്മൾ കുറച്ച് ആ മൈൻഡ്ഫുൾ ആയിട്ടിരിക്കണം എന്നൊരു സാധനമുണ്ട്. അപ്പോൾ കുറേ പേര് ആ ചോദ്യം നമ്മളോട് വന്ന് ചോദിക്കാറുണ്ട്. അപ്പം ഡെഫിനറ്റ്ലി വ്യത്യാസങ്ങളുണ്ടാവും. ഹീലിംഗ് എന്തായാലും നടക്കും. പിന്നെ നമ്മൾ ഒരാളോട് ഫൊർഗെറ്റ് ആൻഡ് ഫൊർഗിവ് അല്ല പറയുന്നത്, അത് പറയേണ്ട കാര്യമില്ല, അത് അവർക്ക് ചെയ്യാൻ ബുദ്ധിമുട്ടാണ്. പക്ഷെ നമ്മൾ ആ റെസ്പോൺസ് വരുമ്പോൾ അതിനെ മാനേജ് ചെയ്ത് കൊണ്ടുപോകാൻ
കോപ്പ് ചെയ്ത് കൊണ്ടുപോകാനുള്ള റിസോഴ്സസ് ആണ് നമ്മൾ കൊടുക്കുന്നത്. അത് വെച്ച് ഹീലിംഗ് എടുത്തെടുത്ത് പോകുന്ന ഒത്തിരി പേരുണ്ട്. പിന്നെ അൾട്ടിമേറ്റ്ലി എന്താവെന്ന് വെച്ചാൽ അവർക്കൊരു റെസ്പോൺസോ ട്രിഗറോ ഈവൺ ആഫ്റ്റർ ഇയേഴ്സ് ഓഫ് ഹീലിംഗ് വന്നാലും അവർക്ക് എന്ത് ചെയ്യണം എന്ന് അറിയാം. കാരണം അവരുടെ കയ്യിൽ ആ റിസോഴ്സ് ഉണ്ട്. ഓക്കെ, ഇന്ന പാനിക് അറ്റാക്ക് ഉണ്ടോ, അല്ലെങ്കിൽ അതിൻ്റെ ഫീലിംഗ് വരുന്നുണ്ടോ, അല്ലെങ്കിൽ അങ്ങനെ. അപ്പോൾ എനിക്ക് എൻ്റെ കയ്യിൽ റിസോഴ്സ് ഉണ്ട്, എനിക്ക് ചെയ്യേണ്ട കാര്യങ്ങൾ അറിയാം, ഞാനത് ചെയ്യുന്നു. അപ്പോൾ അത് അങ്ങനെ കോപ്പ് ചെയ്ത് പോകുന്ന ആൾക്കാരുണ്ട്. അൾട്ടിമേറ്റ്ലി ഒരു ഹീലിംഗിലോട്ട് അത് ചെല്ലും. ഈ ട്രോമയിലൂടെ കടന്നു പോകുന്ന ആൾക്ക് മാം കൊടുക്കുന്ന ഒരു ഉപദേശം അല്ലെങ്കിൽ ഒരു ടിപ്സ് എന്തായിരിക്കും? ട്രോമയിലൂടെ കടന്നു പോകുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ, അതായത് ഇപ്പോൾ ട്രോമ ഉണ്ട് അല്ലെങ്കിൽ ഒരു തെറാപ്പിസ്റ്റിനെ കാണുന്നുണ്ട്, ചിലർക്ക് ട്രോമ ഉണ്ട് എന്ന് അറിഞ്ഞു, ചിലപ്പം എല്ലാ തെറാപ്പിസ്റ്റിനെ എല്ലാവർക്കും വിശ്വാസം ഉണ്ടാവണമെന്നില്ല. ഒന്ന് പോയി ഇപ്പോൾ അവർ നമ്മൾ പറയുന്നത് മുഴുവനായി കേൾക്കുന്നില്ല, അല്ലെങ്കിൽ അവർ 1 മണിക്കൂർ നമുക്ക് പറഞ്ഞു തീർന്നില്ല, അല്ലെങ്കിൽ അവർ നമുക്ക് തന്ന മരുന്ന് കൊണ്ട് ചിലപ്പോൾ നമുക്കത് ഓക്കെ ആയില്ല എന്നൊക്കെ തോന്നുന്നവർ നമ്മുടെ ചുറ്റും ഉണ്ടാവുമല്ലോ. കാരണം ഇവരെല്ലാം വിശ്വാസവും എല്ലാ ഹോപ്പ്ലെസിന്റെ എൻഡായിരിക്കുമല്ലോ നമ്മളൊരു തെറാപ്പിസ്റ്റിന്റെ സഹായം തേടുക. അപ്പൊ ഇത്തരം കണ്ടീഷനിലൂടെയൊക്കെ കടന്നു പോകുന്ന ആളുകൾ നമുക്ക് ചുറ്റുമുണ്ട്. ഇനി എന്ത് ചെയ്യും, ആരെ കാണും, ആരോട് സംസാരിക്കും എന്നൊക്കെ. അപ്പൊ അത്തരം ആളുകൾക്ക് മാം എന്തെങ്കിലും ഒരു ടിപ്സ് കൊടുക്കാനുണ്ടോ, ഒരു ഉപദേശം പോലെയോ അങ്ങനെ എന്തെങ്കിലും ഒരു കാര്യം? അത് എന്താ പറയുക, നമ്മൾ ആ ലേബൽ നമ്മൾ എടുക്കേണ്ട കാര്യമില്ല എന്നുള്ളൊരു സംഭവമാണ്. അതായത് സർവൈവർ എന്നൊക്കെ ഉള്ളൊരു സംഭവം നമ്മൾ എന്താ പറയുക, ഓരോന്നിനും ഒരു ലേബൽ ഉണ്ടല്ലോ. അപ്പോൾ അത് നമ്മൾ എടുക്കേണ്ട കാര്യമില്ല. വി ആർ നോട്ട് ദ ട്രോമ. നമ്മൾ ആ ഇൽനെസ് അല്ല, നമുക്ക് സംഭവിച്ചൊരു എന്താ പറയുക, ഒരു ചാലഞ്ചിങ് അവസ്ഥ മാത്രമാണത്. അപ്പോൾ ആ ലേബലായിട്ട് നമ്മൾ മാറിക്കഴിഞ്ഞ് കഴിഞ്ഞാൽ നമുക്ക് നമ്മളെ സെപ്പറേറ്റ് ചെയ്യാൻ പറ്റില്ല. അപ്പോൾ സെപ്പറേറ്റ് ചെയ്യണമെന്നുണ്ടെങ്കിൽ ഇത് നമ്മുടെ തെറ്റുകൊണ്ട് സംഭവിച്ചതല്ല, ഇത് ആർക്ക് വേണമെങ്കിൽ സംഭവിക്കാം. അപ്പോൾ അതുകൊണ്ട് ആ ലേബലിനെ നമ്മൾ മാറ്റി എന്താ പറയുക, പുതിയ ഒരു ജീവിതത്തിലേക്ക്, ഒരു ഗ്രോത്ത് ആൻഡ് ലേണിംഗ് ഫോക്കസ്ഡ് ആയിട്ടുള്ള ഒരു ജീവിതത്തിലേക്ക് പോകാനുള്ളൊരു കാര്യം, അങ്ങനൊരു എന്താ പറയുക, തോട്ട് റീഫ്രെയിമിംഗ് ആണ് എൻ്റെ സജഷൻ. ആക്ച്വലി ശ്രമിക്കുക എന്നുള്ളതാണ്. അൺപാക്ക് ആൻഡ് കണക്റ്റിൽ ഇന്ന് നമ്മളോടൊപ്പം ഉണ്ടായിരുന്നത് സൈക്കോളജിസ്റ്റ് അനു സൂരജ് ആയിരുന്നു. താങ്ക് യു സോ മച്ച് മാം. എന്താണ് ട്രോമ, എങ്ങനെയാണ് തെറാപ്പി എടുക്കേണ്ടത്, എങ്ങനെയാണ് നമുക്ക് ഹീൽ ചെയ്യാൻ പറ്റുക എന്നൊക്കെ ഈ ചെറിയ സമയത്തിനുള്ളിൽ പറഞ്ഞു തന്നതിന് താങ്ക് യു സോ മച്ച്. താങ്ക് യു ക്രിസ്റ്റീന. ഈ ടോപ്പിക്ക് ചൂസ് ചെയ്തതിന് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു ടോപ്പിക്കാണ്. ഒട്ടുമിക്ക ആൾക്കാർക്ക് ഇതിനെക്കുറിച്ചൊക്കെ അവയർനെസ് ആയി വരുന്നേ ഉള്ളൂ. അപ്പം ഈ ടോപ്പിക്ക് ചൂസ് ചെയ്തതിന് ഞാൻ ആദ്യം അങ്ങോട്ട് താങ്ക്സ് പറയുന്നു.